ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാനനുദിനം വർദ്ധിക്കട്ടെ. ഭയമോ ഇനി എന്നിൽ സ്ഥാനമില്ല. എൻ ഭാവിയെല്ലാം താതൻ കരങ്ങളില. നിരാശ ഇനി എന്നെ തൊടുകയില്ല. പ്രത്യാശയാനനുദിനം വർദ്ധിക്കട്ടെ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. മരണഭയമെല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണഭയമെല്ലാം മാറിടട്ടെ. ശത്രുഭീതിയെല്ലാം നീങ്ങിടട്ടെ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. മരണത്തെ ജയിച്ചവൻ, ശത്രുവെ തകർത്തവൻ, സകലത്തിനും മീതെ ഉന്നതനാ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. നീ മയങ്ങുകില്ല, നീ ഉറങ്ങുകില്ല. ഇസ്രായേലിൻ പരിപാലകൻ താൻ. തോൽവികളെല്ലാം മാറിടട്ടെ. രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. തോൽവികളെല്ലാം മാറിടട്ടെ. രോഗങ്ങൾ ക്ഷീണങ്ങൾ നീങ്ങിടട്ടെ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തനെന്റെ രക്ഷയല്ലോ. ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ, സർവശക്തനെന്റെ രക്ഷയല്ലോ. യാഹേ അങ്ങെന്നുമെൻ ദൈവം, തലമുറ തലമുറയായി. യാഹേ അങ്ങെന്റെ സങ്കേതം, തലമുറ തലമുറയായി. നീ മയങ്ങുകില്ല, നീ
दास पास्टर रोई वाड़मुठा परमेश्वर के वचन से बोलेंगे। भाई विल्सन सामुएल तर्जुमा करेंगे। सब मिलके प्रभु को धन्यवाद करते हैं। हालेलुया, हालेलुया। ഈ അനുഗ്രഹിത ദൈവസഭയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു। इस आशीषित कलीसिया के लिए मैं परमेश्वर का धन्यवाद करता ഈ हूँ। സഭയെ നയിക്കുവാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച് അധ്യക്ഷനാക്കി വെച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ തോമസ് മാമൻ അവരുടെ കുടുംബം, इस कलीसिया का नेतृत्व करने के लिए परमेश्वर ने जिन्हें नियुक्त किया है, पास्टर थॉमस मामन, उनका परिवार, അദ്ദേഹത്തോട് ചേർന്ന് ദൈവിക ദർശനത്തിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ വിലപ്പെട്ട ദാസന്മാർ, और उनके साथ उनके संग जुड़कर ईश्वरीय दर्शन के अंतर्गत परमेश्वर की सेवा करने वाले परमेश्वर के अन्य दासगण, നിങ്ങളുടെ അനുഗ്രഹിതമായി സഭയിലേക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിന്റെ സത്യവചനം പ്രസംഗിപ്പാനും എന്നെ ക്ഷണിച്ച ഈ ദൈവസഭയിലെ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു। और आप सब लोगों के साथ मिलकर आराधना करने के लिए, आपके मध्य में वचन की सेवा करने के लिए मुझे आपने निमंत्रित किया, इसके लिए मैं आपका आभार व्यक्त करता हूं, आपका धन्यवाद करता हूं। നിങ്ങൾക്ക് വേണ്ടി വചനം ശുശ്രൂഷിപ്പാൻ തന്ന ഭാഗ്യം അതൊരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല। आपके लिए वचन की सेवा करने का जो सौभाग्य मुझे प्राप्त हुआ है वो मैं कभी नहीं भूल सकता। നിങ്ങളുടെ സന്തോഷപൂർണമായ ആരാധനയും ദൈവിക ആ അനുഭവം കണ്ടപ്പോൾ ദൈവസന്നിധിയിൽ ഒത്തിരി സന്തോഷിപ്പാനിടയായി। अत्यंत आनंदमय वातावरण में आपकी आराधना देखकर, आपकी खुशी देखकर मैं भी परमेश्वर के उपस्थिति में अत्यंत आनंदित हर्षित हुआ। നാം എല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരാമിനെ ആരാധിക്കുന്ന ഒരു ദിവസമുണ്ട്। एक दिन आएगा जब हम सब एक साथ मिलकर परमेश्वर की आराधना करेंगे। ആരാധന, ആമേൻ। ആരാധനയിൽ നമ്മുടെ മുഖ്യ പാസ്റ്ററായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാണും। उस आराधना में हमारे प्रमुख पास्टर के रूप में हमारे प्रभु यीशु मसीह विद्यमान रहेंगे। നാം ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കും। तो हम ताली बजाकर ऊंचे शब्द से उसकी आराधना करेंगे। ഹല്ലേലൂയ। ഇന്ന് പകൽ സഭായോഗത്തോടുള്ള ബന്ധത്തിലാകൊണ്ട് क्योंकि ये इतवार की आराधना के संदर्भ में है, ഞാൻ ഇറങ്ങി വന്ന ആരോടും ആമിനലിയ ദൂതുകൾ പങ്കുവെക്കുവാൻ ആമി താല്പര്യപ്പെടുന്നില്ല। और नीचे उतरकर किसी के लिए भी भविष्यवाणी करने का इच्छुक मैं अभी नहीं हूँ। ആമിന്റെ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം। आज की रात हम एक साथ मिलकर प्रार्थना करेंगे। ഈ രാത്രിയുടെ നിങ്ങളോട് കൂടെ ഞാൻ ദൈവസന്നിധിയിലായിരിക്കും। आज की रात भी मैं आपके साथ परमेश्वर की उपस्थिति में समय व्यतीत പല करूंगा। വചനങ്ങൾ എന്റെ അകത്തൂടെ വന്നെങ്കിലും अनेक वचन मेरे भीतर उत्पन्न हुए, പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ നിയോഗം തന്നത്, लेकिन पवित्र आत्मा ने जो अगुवाई मुझे प्रदान की, യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, 17 വരെയുള്ള വാക്യങ്ങളാണ്। यूहन्ना रचित सुसमाचार 20वें अध्याय के 11वें पद से 17वें पद तक आज हम मनन करेंगे। यूहन्ना रचित सुसमाचार 20वां अध्याय उसके 11वें पद से 17वें पद तक। ആമേൻ। ആ വചനം ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാം। ऊंची आवाज में जरा उन वचनों को पढ़ेंगे। हालेलुया। परंतु मरियम रोती हुई कब्र के पास ही बाहर खड़ी रही और रोते रोते कब्र की ओर झुककर 2 स्वर्गदूतों को उज्जवल कपड़े पहने हुए, एक को सिरहाने और दूसरे को पैताने बैठे देखा, जहां यीशु का शव रखा गया था। उन्होंने उससे कहा, हे नारी, तू क्यों रोती है? उसने उनसे कहा, वे मेरे प्रभु को उठा ले गए और मैं नहीं जानती कि उसे कहां रखा है। यह कहकर वह पीछे मुड़ी और यीशु को खड़े देखा, पर न पहचाना कि यह यीशु है। यीशु ने उससे कहा, हे नारी, तू क्यों रोती है? किसको ढूंढती है? उसने माली समझकर उससे कहा, हे महाराज, यदि तूने उसे उठा लिया है तो मुझे बता कि उसे कहां रखा है और मैं उसे ले जाऊंगी। यीशु ने उससे कहा, मरियम। उसने पीछे मुड़कर उससे इब्रानी में कहा, रबुनी, अर्थात हे गुरु। यीशु ने उससे कहा, मुझे मत छू, क्योंकि मैं अब तक पिता के पास ऊपर नहीं गया, परंतु मेरे भाइयों के पास जाकर उनसे कह दे कि मैं अपने पिता और तुम्हारे पिता और अपने परमेश्वर और तुम्हारे परमेश्वर के पास ऊपर जाता हूं। मरियम आमीन। വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണിത്।
अत्यंत आशीषित पवित्र शास्त्र का एक भाग है ये। വിശുദ്ധ തിരുവെഴുത്തിനകത്ത് അനേക കഥാപാത്രങ്ങളെ നമുക്ക് കാണാം. पवित्र शास्त्र में हम अनेक चरित्रों को देख सकते हैं। ആമീൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടതും അനുഗ്രഹീതവുമായൊരു കഥാപാത്രമാണ് മഗ്ദലക്കാരത്തി മറിയ. उनमें से अत्यंत महत्वपूर्ण और प्रमुख कथापात्र या चरित्र है मरियम ഈ मगदलिनी। മറിയയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ जब इस मरियम के बारे में हम मनन करते हैं, വളരെ അനുഗ്രഹീതമായ ഒത്തിരി ആത്മിക ദൂതുകൾ പറയുവാനുണ്ട്. अत्यंत आशीषित संदेश इनके जीवन से देने के लिए हमारे पास हैं। നാം ഏദൻ തോട്ടത്തിൽ ഒരു സ്ത്രീ മുഖാന്തരം ഭൂമിയും മനുഷ്യവർഗവും ശാപത്തിലേക്ക് മാറി. हम देखते हैं कि अदन की वाटिका में एक स्त्री के कारण पूरी मानव जाति और पृथ्वी अभिशाप के अधीन हो गई। ഒറ്റ സ്ത്രീയുടെ അനുസരണക്കേടിനാൽ ഭൂമി ശാപത്തിലേക്ക്, മനുഷ്യൻ ശാപത്തിലേക്ക് മാറ്റപ്പെട്ടു. एक स्त्री की अनाज्ञाकारिता के कारण पृथ्वी पूरी अभिशप्त हो गई, पूरी मानव जाति अभिशप्त हो गई। എന്നാൽ സ്വർഗത്തിലെ ദൈവം ആ ശാപത്തെ മാറ്റാൻ അതുപോലെ ഒരു സ്ത്രീയെ ആ സന്ദേശവാഹകയാക്കി ദൈവം മാറ്റുവാനിടയായി. लेकिन उस अभिशाप से मुक्ति देने के लिए परमेश्वर ने एक स्त्री का ही उपयोग किया और उसके द्वारा ये अभिशाप हमारे जीवन से हटाया गया। ഒരു സ്ത്രീയിൽ കൂടെ ശാപം ഭൂമിയിൽ വന്നെങ്കിൽ അതേ സ്ത്രീയിൽ കൂടെ ആ ശാപത്തിന്റെ ബന്ധനമടിക്കുന്ന മെസ്സേജ് അവളിൽ കൂടെ ദൈവം പുറത്തു കൊണ്ടുവരുവാനിടയായി. एक स्त्री के माध्यम से अगर अभिशाप पृथ्वी पर आया तो एक स्त्री के माध्यम से ही, उसके द्वारा दिए गए संदेश के माध्यम से ही वो अभिशाप और वो बंधन टूटने का कारण सिद्ध हुआ। ദൈവത്തിന്റെ പദ്ധതികൾ വലുതാണ്. परमेश्वर की योजनाएं महान है। നാം ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവം പ്രവർത്തിക്കും. हमारे विचार और सोच विचार के अनुसार नहीं है परमेश्वर का काम। അനുസരണക്കേടിന്റെ അനുഭവത്താൽ ഒരു സ്ത്രീയെ വശീകരിച്ച് ഏദൻ തോട്ടത്തില് ദൈവ സാന്നിധ്യം അനുഭവിച്ച ജനത്തെ ആ സാന്നിധ്യത്തിന്റെ വെളിയിലേക്ക് പുറത്താക്കി കളഞ്ഞെങ്കിൽ ഒരു സ്ത്രീയെ കൊണ്ട് തന്നെ സ്വർഗത്തിലെ ദൈവം അങ്ങനെയുള്ളതിനെ ആ അനുഭവത്തിലേക്ക് തിരികെ ചേർക്കുവാൻ ദൈവം ഉപയോഗിക്കുകയാണ്. एक स्त्री की अनाज्ञाकारिता के कारण अगर अदन की वाटिका में जो लोग परमेश्वर की उपस्थिति में जीवन व्यतीत करते थे उन्हें परमेश्वर की उपस्थिति से बाहर कर दिया गया, तो एक स्त्री के कारण ही परमेश्वर ने इस उपस्थिति से बाहर आए हुए लोगों को वापस अपनी उपस्थिति में लेकर आया। അതുകൊണ്ടാണ് ആദ്യം ഒരു സ്ത്രീക്കാണ് പ്രത്യക്ഷമാകുന്നത്. इसलिए प्रभु यीशु मसीह पहली बार एक स्त्री के सामने यहाँ प्रकट हुए पुनरुत्थान के बाद। ഒരു സ്ത്രീക്കാണ്, യേശു മറിയക്കാണ് ആദ്യം പ്രത്യക്ഷത നൽകുന്നത്. देखिए प्रभु यीशु मसीह सबसे पहले एक स्त्री मरियम के सामने प्रकट हुए। ആമേൻ. അവിടെ പ്രത്യക്ഷപ്പെടുവാൻ കാരണമുണ്ട്. യേശുവിൽ നിന്ന് അവൾ അനുഭവിച്ച ആ വിടുതലിന്റെ മധുരം അത്ര വലിപ്പമുള്ളതാണ്. और वहां उसके ठहरने का एक, उनके प्रभु उसके सामने प्रकट होने की एक वजह यह है कि मरियम मगदलिनी ने प्रभु यीशु मसीह से जो छुटकारा अनुभव किया था वो इतना मनोहर और इतना मधुरतम था। യേശുവിൽ കൂടെ ഒരു വിടുതൽ അനുഭവിച്ച, യേശുവിൽ കൂടെ ഒരു വിടുതലിന്റെ അനുഭവം പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതൽ ലോക സാഹചര്യങ്ങളെ ഭയപ്പെടുകയില്ല. प्रभु यीशु मसीह से, परमेश्वर से जिस व्यक्ति ने छुटकारा प्राप्त किया है, ऐसा परमेश्वर का संतान फिर संसार के कामों के अंदर मन नहीं लगाता। ആർക്കും അവളെ വിടിവിക്കുവാൻ കഴിയാതെ, ആർക്കും അവളെ സഹായിപ്പാൻ കഴിയാത്ത ആ സാഹചര്യത്തില് എല്ലാവരാലും വെറുക്കപ്പെട്ട അവളെ സ്വർഗത്തിലെ ദൈവം തന്റെ കരത്താൽ സൗഖ്യമാക്കിയ ആ സൗഖ്യത്തിന്റെ മാധുര്യം അവളുടെ ജീവിതത്തിന്റെ അനുഭവത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി യേശു ആ ദൈവത്വത്തിന്റെ ശക്തി എന്തെന്നുള്ളത്. और कोई भी उसकी मदद करने के लिए नहीं था, कोई भी उसका छुटकारा देने के लिए नहीं था, लेकिन जब यीशु के माध्यम से उसने अपने छुटकारे को, अपने उद्धार को पाया, तब उसको समझ में आया कि ये यीशु ही वास्तव में परमेश्वर है। യേശുവിന്റെ ക്രൂശ് മരണത്തിൽ
यीशु के क्रूस की मृत्यु में യേശുവിൽ നിന്ന് അനേക സൗജന്യങ്ങളും വിടുതലുകളും രോഗശാന്തിയും അനുഭവിച്ച പലരെയും യേശുവിന്റെ കൂടെ കാണുവാനില്ലായിരുന്നു. यीशु के माध्यम से छुटकारा, चंगाई और अनेक आशीषें प्राप्त करने वाले यीशु की मृत्यु के समय उसके साथ नजर नहीं आए. അനേകർ യേശുവുമായി ചേർന്ന് യേശുവിന്റെ വിടുതൽ അനുഭവിച്ചവർ പലരും യേശു ക്രൂശിതനായി മാറുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹത്തിൽ നിന്ന് മാറിപ്പോയി. और अनेक लोगों ने जिन्होंने यीशु मसीह के साथ जुड़कर उसकी आशीषों का स्वाद चखा था, जब यीशु की मृत्यु हो रही थी उस परिस्थिति में वो यीशु से अलग हो गए. ഇന്ന് പകൽക്കാലം ഓർക്കുക, പലരും യേശുവിന്റെ സൗജന്യങ്ങൾ അനുഭവിക്കും, ആ വിടുതലുകൾ അനുഭവിക്കും. വിടുതലുകൾ അനുഭവിച്ചത് അതുപോലെ മാറിപ്പോകുമ്പോൾ വിടുതൽ ആഴമായി അനുഭവിച്ച ഒരു വ്യക്തിക്ക് യേശുവിന്റെ അരികിൽ നിന്ന് മാറിപ്പോകുവാൻ കഴിയത്തില്ല. आज की सुबह ये याद रखिए, अनेक लोग यीशु मसीह से सौजन्य रूप में कुछ आशीषों को प्राप्त करते हैं, वो लोग यीशु मसीह के से दूर हो सकते हैं, लेकिन जिस व्यक्ति ने यीशु मसीह से प्राप्त आशीषों की गहराई को समझा है, वो यीशु मसीह से हरगिज अलग नहीं हो सकता. അവർക്ക് പോകുവാൻ കഴിയത്തില്ല. वो लोग उससे दूर नहीं हट सकते. യേശുവിനെ വിട്ടുമാറാൻ മറിയയ്ക്ക് കഴിയത്തില്ല. मरियम यीशु को छोड़कर दूर नहीं हो सकती, കാരണം അവർക്ക് ലഭ്യമായ വിടുതലിന്റെ ആഴം അത്ര വലുതാണ്. इसलिए कि उसको मिले हुए छुटकारे की गहराई इतनी ज्यादा गहन थी. അവൾ അതുപോലെ അവനെ ബാധിക്കപ്പെട്ടവളും അതുപോലെ തകർക്കപ്പെട്ടവളുമായിരുന്നു. वो इस प्रकार से इस स्तर पर अब ठुकराई गई और तिरस्कृत स्त्री थी. ആ തകർക്കപ്പെട്ട അവളുടെ തകർച്ചകളെ മാറ്റിയ ഈ യേശുവിനെ അവൾക്ക് മറക്കുവാൻ കഴിയത്തില്ല. जिसने उसकी तबाही को हटाया था, वो इस यीशु को कभी भूल नहीं सकती थी. ഇന്ന് പകൽക്കാലം അങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പലരും, അവനെ കേൾക്കുന്ന പലരും ഇവിടെയുണ്ട്. और इस प्रकार से छुटकारा प्राप्त यहाँ बैठे हुए मुझे सुनने वाले लोगों में से अनेक लोग ऐसे लोग होंगे. ആർക്കും പിടിവെച്ചെടുക്കുവാൻ കഴിയാത്ത, ആർക്കും അവനെ വിടുതൽ നൽകാൻ കഴിയാത്ത അവസ്ഥയിൽ കിടന്ന നിനക്ക് നൽകപ്പെട്ട വിടുതൽ അവനത് അത്ര ആഴമായി അനുഭവിച്ച നിനക്ക് യേശുവുമായിട്ടുള്ള യാത്രയിൽ പിന്മാറി നിൽക്കുവാൻ കഴിയത്തില്ല. और अनेक जहाँ तुझे कोई छुटकारा नहीं दे पाता, छुटकारा देने के लिए कोई था नहीं, वहाँ यीशु ने तुझे छुटकारा दिया. और उस छुटकारे की गहराई को अगर तू समझता है तो ते अपनी जीवन यात्रा में तेरे लिए संभव नहीं है कि तू यीशु को छोड़कर अलग हो जाए. അവൻ അതുപോലെയുള്ള അവൻ സ്വർഗീയമായ അനുഭവം പ്രാപിച്ച ദൈവ പൈതൽ മൗനമായിരിക്കാൻ കഴിയത്തില്ല. इस प्रकार के स्वर्गीय छुटकारे का अनुभव करने वाला परमेश्वर का संतान चुपचाप बना नहीं रह सकता. ഇന്ന് അവൻ പകൽക്കാലം നമ്മൾ അതുപോലുള്ള പല സാക്ഷ്യങ്ങളാണ് കേട്ടത്. आज हमने इस प्रकार की अनेक गवाहियों को सुना. അവൻ യേശു കൊടുത്ത വിടുതലുകൾ, യേശു കൊടുത്ത അത്ഭുതകരമായ ആ വിടുതലുകളെ മറക്കാൻ കഴിയാത്തവർക്ക് അവൻ മൗനമായിരിക്കാൻ കഴിയത്തില്ല. അവർ യേശുവിനെ ഉയർത്തുവാനിടയാകും. यीशु मसीह से जिन्होंने छुटकारा प्राप्त किया है, यीशु मसीह से जिन्होंने आशीषें प्राप्त की है, वो जो गहराई से प्राप्त की है, वो लोग उन आशीषों के बारे में चुपचाप बने नहीं रह सकते. वो यीशु के बारे में गवाही देकर रहते हैं. യേശുവിന്റെ മരണത്തിങ്കൽ യേശുവിനോട് കൂടെ നടന്ന ശിഷ്യന്മാർ ചില മണിക്കൂറുകൾ യേശുവിനെ അവൻ കാണാതിരുന്നപ്പോൾ മറ്റു പലരെ കൂടെ അവൻ അവരോട് ചേർത്ത് വിളിച്ച് അവൻ പഴയ ജോലിയിലേക്ക് മാറിപ്പോയി. और यीशु मसीह के साथ चलने वाले चेले जब कुछ घंटों तक यीशु मसीह दिखाई नहीं दिए, तो अन्य लोगों के साथ मंत्रणा करके, विचार विमर्श करके अपनी पुराने काम में, अपने पुराने पेशे की ओर जाने लगे. എന്നാൽ മറിയെ സംബന്ധിച്ച് അങ്ങനല്ല. അവൾ 3-ാം ദിവസം 8 മണിക്കൂറുകൾ അവൾ കഴിച്ചു കൂട്ടുകയാണ്. കാരണം അവൾക്കറിയാം എനിക്ക് ലഭിച്ച വിടുതൽ അത്ര വലുതാണ്. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. और मरियम के संदर्भ में लेकिन ऐसी बात नहीं थी. उसने जो छुटकारा प्राप्त किया था, उसको भली भांति मालूम था कि तीसरे दिन प्रभु यीशु मसीह जी उठेगा. പത്രോസിന് അവൻ അത്ര അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. पतरस को ये बात समझ में नहीं आई. മറ്റു പലർക്കും ശിഷ്യന്മാർക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. अनेक चेलों को ये बात समझ में नहीं आई. അവർ വള്ളവും വലയുമായി പഴയ ജോലിയിലേക്ക് മാറി. वे लोग नाव और जाल लेकर अपनी पुराने काम में लौट
हट गए, ഹല്ലേലൂയ. അവരൊക്കെ മാറിപ്പോയപ്പോൾ जब वो लोग दूर हट गए, മണിക്കൂറുകൾ എണ്ണി കഴിയുന്നതിൽ अनेक घंटे गिनते हुए, ഓരോ മണിക്കൂറുകൾ एक एक घंटा गिनते ഓരോ हुए, മണിക്കൂറുകൾ एक एक घंटा गिनते അവർ हुए, എണ്ണി കഴിയുകയാണ്. वो गिनते हुए बिता रही ആ है। മൂന്നാം ദിവസത്തിനു വേണ്ടി, तीसरे दिन के इंतजार में, ആ മൂന്നാം ദിവസത്തിനു വേണ്ടി उस तीसरे दिन के इंतजार में, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, आज मुझे सुनने वाले परमेश्वर के संतानों, നിന്റെ വിടുതലിന്റെ അനുഭവത്തിന്റെ ആഴമനുസരിച്ച യേശുവിനുള്ള അവിശ്വാസത്തിന്റെ അനുഭവത്തിന്റെ വർധന तेरे द्वारा पाए गए छुटकारे की गहराई के अनुसार ही तेरे विश्वास की गहराई बनती है। ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളെ ചേർത്ത് എല്ലാവരും കരങ്ങളെ തട്ടി ताली बजा के उसकी महिमा करे। Praise the Lord. Praise the Lord. വളരെ വേഗത്തില് ആമേൻ, ആ വചനത്തിലേക്ക് കയറുകയാ. शीघ्रता से हम उस वचन के अंदर प्रवेश करेंगे। Praise the Lord. Praise the Lord. പലരും വലയുമായി പോയെന്ന് വരാം. अनेक लोग जाल लेकर लौट सकते हैं। ആമേൻ, പലരും വള്ളം കയറ്റി വെച്ചത് തിരിച്ചിറക്കിയെന്ന് വരാം. अनेक लोग नाव जिन्होंने किनारे पर लगा दी थी वो उसे वापस पानी में उतार देंगे। എന്ന് നോക്കുക, അധികാലത്ത് നേരം വെളുക്കുന്നതിന് മുമ്പ് ആമേൻ, മറിയ എന്ന ഒരുവൾ കല്ലറയിലേക്ക് പോകുകയാ. लेकिन देखिए, प्रभात के समय भोर निकलने से पहले मरियम कब्र की तरफ जा रही है। ഈ സമയം ശിഷ്യന്മാർ അവൻ കടലിൽ വല വീശുകയാ. और इस वक्त में उसके चेले समुद्र में जाल डाल रहे थे। എന്നാൽ മറിയ അങ്ങനെയല്ല, അവൾ കല്ലറയിലേക്ക് ഓടുകയാ. लेकिन मरियम ने वैसा नहीं किया, वो कब्र की ओर दौड़ी। അവൻ ശിഷ്യന്മാരിൽ ചിലർ കല്ലറയിൽ പോയി. चेलों में से कुछ लोग कब्र पर जरूर गए, പക്ഷേ കല്ലറയിൽ പോയി അവർ കണ്ട് ആമേൻ, കല്ലറയിൽ അവർ കണ്ടിട്ട് വന്നത് ആമേൻ ശീലകളാണ്. लेकिन वो लोग कब्र में जाकर कब्र से जब लौटे वो वहां पड़े हुए कपड़ों को देखकर लौटे। അവർ ശീലകൾ കണ്ടു മടങ്ങിപ്പോയി. वो लोगों ने कपड़ा देखा और वापस लौट गए। ആമേൻ. എന്നാൽ മറിയ ശീലകൾ കാണാനല്ല വന്നത് കല്ലറയിൽ, അവൻ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണാനാണ്. लेकिन मरियम यहाँ कपड़े देखने नहीं आई थी, वो पुनरुत्थान पाए हुए यीशु को देखने आई थी। ആമേൻ. ഇന്ന് പകൽക്കാലം ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ അവൻ കാണുവാനാണ് അവൾ കല്ലറയിലേക്ക് വന്നത്. वो कब्र में इसलिए आई थी कि जी उठे हुए यीशु से मुलाकात करे। അതിന്റെ തന്നെ അവൻ ഏഴാം വാക്യത്തിൽ നമ്മൾ ഏഴാം വാക്യത്തിൽ കാണുന്നുണ്ട് ശീലകൾ 7वें पद में हम देखते हैं वस्त्र। കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരിക്കുന്ന റുമാൽ ശീലകളോടെ കിടക്കാതെ വേറിട്ടിട്ട് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവർ കണ്ടു. और शमौन पतरस उसके पीछे पीछे पहुंचा, कब्र के भीतर गया, कपड़े पड़े देखे और वह अंगोछा जो उसके सिर से बंधा हुआ था कपड़ों के साथ वहां पड़ा हुआ नहीं, परंतु अलग एक जगह लपेटा हुआ देखा। ആമേൻ, ഹല്ലേലൂയ. അവർ തുണി കണ്ടു മടങ്ങിയപ്പോൾ जब वे लोग वस्त्र और कपड़े देखकर वापस लौट गए। ആമി പലരും തുണി കണ്ടു മടങ്ങും. अनेक लोग वस्त्र और कपड़े देखकर वापस लौट പലരും जाएंगे। യേശുവിന്റെ അരികിൽ ചില മെറ്റീരിയൽ ബ്ലെസ്സിംഗ് കണ്ടു മടങ്ങിയെന്ന് വരാം. अनेक लोग यीशु मसीह के पास आकर भौतिक आशीषों को प्राप्त करके शायद वापस लौट जाएं। എന്നാൽ റായ്പൂരിലെ ചില ദൈവമക്കളെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നു, അവൻ തുണി കണ്ടു മടങ്ങുവാനല്ല, പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുവാൻ അവൻ ചിലരെ ദൈവം ഇതിനകത്ത് കാണുകയാ. लेकिन रायपुर के परमेश्वर की संतानों के बारे में परमेश्वर का आत्मा कहता है, इनमें से कुछ लोग कपड़े और वस्त्र देखकर वापस लौटने के लिए नहीं, पुनरुत्थान प्राप्त यीशु से भेंट करने के लिए खड़े हैं। ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया। ലോകം തുണി കണ്ടു മടങ്ങുമ്പോൾ, संसार जब वस्त्र देखकर वापस लौट जाता ചിലർ है, തുണി കണ്ടു മടങ്ങുമ്പോൾ, जब कुछ लोग वस्त्र देखकर वापस लौट जाते हैं, ചിലർ തുണി കണ്ടു മടങ്ങുമ്പോൾ जब कुछ लोग कपड़े देखकर वापस लौटते हैं, വിടുതലാഴമായി അനുഭവിച്ച, आपने गहराई से जिसका अनुभव किया, ആത്മാവിൽ വിടുതൽ സ്പർശിച്ച, जिसने आत्मा में छुटकारे का अनुभव किया ആഴത്തിലുള്ള പാപത്തിൽ നിന്ന് വിടുതൽ കൊടുത്ത, और गहराई में पड़े हुए पापों से छुटकारा प्राप्त करके ആമേൻ, അവൾക്ക് യേശുവിനെ വിട്ട് മാറിപ്പോകാൻ കഴിയത്തില്ല. उसके लिए संभव नहीं था कि यीशु को छोड़कर वो लौट जाए। ആമേൻ, പത്രോസ് മീൻ കണ്ട യേശുവിന്റെ അരികിൽ വന്നത്. पतरस मछली देखकर यीशु के पास आया था। ഹല്ലേലൂയ. മറിയ അങ്ങനല്ല. मरियम वैसा नहीं थी, ആമേൻ, മറിയ അങ്ങനല്ല. मरियम वैसी नहीं थी। ഹല്ലേലൂയ.
അവൾ സാക്ഷാൽ ദൈവപുത്രന്റെ പാപക്ഷമ ലഭിച്ചു വിടുതൽ പ്രാപിച്ചവളാണ്. उसने साक्षात परमेश्वर के पुत्र के द्वारा प्राप्त होने वाली पापों की क्षमा को पाया था. അവൾക്ക് ഗവൺമെന്റിന്റെ പട്ടാളത്തെ ഭയമില്ല. उसको रोमन सभा सरकार के सिपाहियों का कोई भय नहीं. അവർ അവിടുത്തെ പാപ സാഹചര്യങ്ങളെ അവൾ ഭയക്കുന്നില്ല. वहाँ की परिस्थितियों से वो नहीं डरी. അവൾക്ക് ഇരുട്ടിനെ ഭയമില്ല. उसको अंधेरे से डर नहीं लगा. അവൾ ഒരുക്കിയ സുഗന്ധവർഗവുമായി അവൾ കല്ലറയിലേക്ക് ഓടുകയാണ്. तैयार किए गए सुगंध द्रव्यों को लेकर वो कब्र की ओर दौड़ी. മറിയാദി എവിടെ പോകുകയാണ്? मरियम तू जहाँ कहाँ रही है? അവൻ അവസാന സന്ദർഭം അവൾ യേശുവിനെ കണ്ടതാ. और आखिरी समयों में उसने यीशु को देखा था. യേശുവിന്റെ അമ്മ മറിയോട് ചേർന്ന്, यीशु की माता मरियम के साथ मिलके, യോഹന്നാനോട് ചേർന്ന്, यूहन्ना के साथ मिलके, യാക്കോബിന്റെ അമ്മ മറിയോട് ചേർന്ന് याकूब की माता मरियम के साथ मिलके ക്രൂശിലേക്ക് കയറി പോകുന്ന क्रूस की ओर जाने वाले യേശുവിനെ അവൾ അവസാനമായി കണ്ടതാ. यीशु को उसने आखिरी बार देखा था. യേശുവിന്റെ ക്രൂശ് മരണത്തിന്റെ അവസാന ദൃശ്യം വരെ കണ്ടവളാണ് അവള്. यीशु के क्रूस की मृत्यु के अंतिम क्षणों को भी उसने देखा था. അവൻ അവസാനത്തെ അനുഭവം നിലവിളിയും അവൾ കേട്ടവളാണ്. उसमें आखिर में जो पुकार की थी वो पुकारों को उसने सुना था. ഹല്ലേലൂയ. അതെല്ലാം അവൾ കണ്ടവളാണ്. ये सारी चीजें उसने देखी थी. യേശുവിന്റെ പ്രാണൻ അവൻ തന്റെ ശരീരത്തിൽ നിന്ന് വിട്ടപ്പോൾ അവിടെ സംഭവിച്ചത് എന്തെന്ന് അവൾ കണ്ടതാണ്. जब यीशु के प्राण उसके शरीर में से निकले तो वहाँ कौन कौन सी घटनाएं घटी, उन घटनाओं को भी इस मरियम ने देखा था. അവൾക്കറിയാം वो जानती थी ഈ യേശു ക്രൂശിൽ അവൻ മരിച്ച് അവൻ ഉയർത്തെഴുന്നേക്കുമെന്ന് എന്നോട് പറഞ്ഞതാണ്. और उसे पता था कि ये यीशु मरकर दफन होकर तीसरे दिन जिंदा हो जाएगा. ये बात उसने मुझसे बोली है. ഹല്ലേലൂയ. യലോഗി ലബ്ബ ശബത്താനി. ആ നിലവിളി അവൾ കണ്ടതാണ്. एली एली लमा शबक्तनी, ये पुकार, ये क्रंदन उसने सुना था. ഇതെല്ലാം അവൾ കണ്ടതാണെങ്കിലും उसने ये सब चीजें हालांकि देखी थी. അവിടെ അകത്ത് അവൻ വെളിപ്പാടിതാണ്. അവൻ മൂന്നാം നാൾ കല്ലറകളെ തുറന്നുയർത്തെഴുന്നേറ്റ് വരും. उसके अंदर का दर्शन ये था कि यीशु तीसरे दिन कब्र में से बाहर निकल आएगा. അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വരും. तीसरे दिन वो जीवित होकर आएगा. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവമൈതലേ, आज की सुबह विश्वास करने वाले आत्मा में परमेश्वर के क्या संतानों, आत्मा में मैं बोलूं ഹല്ലേലൂയ. हालेलुया. യേശു ഉയർത്തെഴുന്നേറ്റ് വരും. यीशु जीवित होकर आएगा. നിനക്ക് പറയാമോ? क्या तू बोल सकती है? നിന്റെ കഷ്ടതയെ നോക്കിയിട്ട്, अपने कष्टों और क्लेशों നിന്റെ को देखकर, ഭാരത്തെ നോക്കിയിട്ട് अपने दुख को देखकर, ഇതിനൊത്തിരി നാൾ ആയുസില്ല. इसकी आयु बहुत ज्यादा नहीं है. ആമേൻ. आमीन. ഇതിനൊത്തിരി നാൾ ആയുസില്ല. मेरे कष्ट की उम्र बहुत ज्यादा नहीं है. ഇതിനൊത്തിരി നാൾ ആയുസില്ല. बहुत ज्यादा उम्र नहीं है इसकी. നിനക്ക് പറയാമോ? क्या तू बोल सकता है? നിനക്ക് പറയാമോ? तू बोल सकता है? എന്റെ കഷ്ടതയ്ക്ക് ഒത്തിരി ആയുസില്ല. मेरे क्लेश की उम्र बहुत नहीं എന്റെ है. കഷ്ടതയ്ക്ക് ഒത്തിരി ആയുസില്ല. मेरे क्लेश और कष्टों की എന്റെ उम्र ज्यादा ഭാരത്തിന് नहीं है. ഒത്തിരി ആയുസില്ല. मेरे दुख की उम्र ज्यादा नहीं है. പിശാചേ, ऐ शैतान, കല്ലറ തുറന്ന് कब्र फाड़ कर മുദ്രകൾ പൊട്ടിച്ച് और मुद्द मोहरों को तोड़कर പുറത്തുവന്നവനായ बाहर निकलने वाला യേശു, यीशु, എന്റെ മുദ്രയെ പൊട്ടിക്കോ. वो मेरी भी मोहरों को तोड़ेगा. എന്റെ മേൽ നീ വെച്ച മുദ്ര, मेरे ऊपर तूने जो मोहर लगाई, എന്റെ കലീശയിൽ മേൽ വെച്ച മുദ്ര, मेरे कलीसिया के ऊपर मोहर लगाई, എന്റെ ശുശ്രൂഷയിൽ വെച്ച മുദ്ര, मेरी सेवकाई के ऊपर जो मोहर लगाई, അവൻ പൊട്ടിക്കോ. वो उसे तोड़ देगा. അവൻ പൊട്ടിക്കോ. वो तोड़ देगा. ഉദാരാ ബാബാ. हालेलुया. ഇവരവരകടകസ്യ. സ്തോത്രം. ഓബ്രബായിയെ थोड़ा पीने दो. हालेलुया. 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 तालियां बजा के प्रभु को धन्यवाद करो. हालेलुया. 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 സ്തോത്രം. നീ പറയണം, तू बोलना നിന്റെ പ്രയാസത്തെ നോക്കി, अपने कष्टों को देखकर, നിനക്കെതിരെ വെച്ചിരിക്കുന്ന മുദ്ര നോക്കി, तेरे खिलाफ जो मोहर लगाई है उसे देखकर, മുദ്രേ, ऐ मोहर, നിനക്ക് ആയുസ് ഒത്തിരിയില്ല. तेरी उम्र ज्यादा नहीं है. നിനക്ക് ഒത്തിരി ആയുസില്ല. तेरी उम्र ज्यादा नहीं है. നിനക്ക് ചില മണിക്കൂറുകളിലെ ആയുസേ ഉള്ളൂ. तेरी उम्र कुछ घंटों की है. ആമി കലീശയുടെ മേൽ നാം നിൽക്കുന്ന പോരാട്ടങ്ങളോട് പറ. कलीसिया के खिलाफ होने वाले संघर्षों से बोलिए, ഇത് മൊത്തം തറയാൻ പോവാ. ये सारी चीजें टूटने जा रही है. ये
ये सारा हॉल भर जाएगा। ये सारा हॉल भर जाएगा। हालेलुया, 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 हालेलुया। ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു, आत्मा मुझसे यूं कह रहा है, ഇവിടെ നിന്ന് ജനം ഇറങ്ങി പുറപ്പെടുമ്പോൾ यहाँ से जब लोग निकल कर विदा होंगे, ഭാവി ചുറ്റുപാടുള്ള ജനം ഭയപ്പെടുന്ന മാതിരി, आस पास के लोग मानो डर जाएं, ഭാവി ഭയപ്പെടുന്ന മാതിരി डर जाएं। इस रीति में പ്രത്യേകമായി ഒഫീഷ്യലി, विशेष रूप से आधिकारिक रूप से आधिकारिक रूप से ഗവൺമെന്റ് സാലറിയിൽ, शासन के वेतन को पाकर, ആമേ ഗവൺമെന്റ് സാലറിയിൽ, शासकीय वेतन में ആമേ സ്വർഗ്ഗത്തിലെ ദൈവം स्वर्ग का परमेश्वर നിങ്ങളുടെ ട്രാഫിക്കുകളെ നിയന്ത്രിക്കാൻ, आपके ट्रैफिक को नियंत्रित करने के ആമേ लिए ചിലരെ ദൈവം പോസ്റ്റ് ചെയ്യും। कुछ लोगों को नियुक्त किया जाएगा। പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, पवित्र आत्मा मुझे दिखा रहा है। പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു। पवित्र आत्मा मुझे दिखा रहा है। हालेलुया, हालेलुया, हालेलुया। അത് കണ്ട് നമ്മൾ സന്തോഷിക്കാൻ പോവാ। वो देख कर हम खुश होने जा रहे ഇവിടെ हैं। പ്രായമുള്ള ചില പ്രിയപ്പെട്ടവരുണ്ട്, यहाँ अनेक वृद्ध लोग हैं। നിങ്ങളുടെ കണ്ണടയുന്നതിന് മുമ്പ് आपकी आंखें बंद होने से पहले ഇത് കാണാൻ പോകുകയാണ്। आप इसे देखने जा रहे हैं। സമീപകാലത്ത്, निकट भविष्य में, സമീപകാലത്ത് निकट भविष्य में, ഈ ആണ്ട് തന്നെ इसी वर्ष ഒരു വർധനം ഇവിടെ തരാൻ പോവാ। यहाँ एक वृद्धि होने जा रही है। പരിശുദ്ധാത്മാവ് പറയുന്നു, पवित्र आत्मा कह रहे हैं, ഒരു വർധനം തരാൻ പോകുന്നു, एक वृद्धि परमेश्वर ഒരു प्रदान വളർച്ച करने जा തരാൻ रहे हैं। പോകുന്നു, एक वृद्धि परमेश्वर ഒരു देने जा വളർച്ച रहे हैं। തരാൻ പോകുന്നു। एक फैलाव परमेश्वर देने जा रहे हैं। അത്ഭുതകരമായ അനുഭവങ്ങൾ ചെയ്യാൻ പോകുന്നു। स्वर्ग कुछ आश्चर्यजनक काम यहाँ करने जा रहा है। ഹല്ലേലൂയ। हालेलुया। നിനക്ക് സഹായം ചെയ്യാത്ത സർക്കാർ, आपकी सहायता नहीं करने वाला सरकार, നിനക്ക് അവ സഹായം ചെയ്യാൻ കഴിയാത്ത സർക്കാർ, आपकी सहायता न कर सकने वाला शासन അവ നിനക്ക് സഹായം ചെയ്യും। तेरी सहायता करेगा। ആമേൻ। ഈ 5 വർഷത്തിനുള്ളിൽ 5 वर्षों के अंदर ഇപ്പോൾ ഇവിടെ ക്യാബിനറ്റ് കയറിയിരിക്കുന്ന സർക്കാർ, और यहाँ पर नियुक्त हुआ ആമേൻ, शासन നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പാക്കേജിനകത്ത് നിങ്ങളെ ഉൾപ്പെടുത്തി അവരുടെ ചില സഹായം സ്വർഗം നിങ്ങൾക്ക് തരും। आपको मिलाकर उनका कोई पैकेज है जो स्वर्ग शासन के माध्यम से आपको देने जा रहा है। ഹല്ലേലൂയ। സ്വർഗം അത് ചെയ്യാൻ പോകുകയാ। स्वर्ग ऐसा करने जा रहा है। ഒരു റിവൈവൽ ചർച്ചായി മാറട്ടെ, एक रिवाइवल कलीसिया में ഒരു तब्दील हो जाए। റിവൈവൽ ചർച്ചായി एक മാറട്ടെ, जागृत कलीसिया में तब्दील हो जाए। റിവൈവൽ। एक रिवाइवल। ഹല്ലേലൂയ। हालेलुया। ഉടരമന ഹടരകധന, ഒരു റിവൈവൽ। एक रिवाइवल। बेदारी। हालेलुया, हालेलुया। Praise the Lord. Praise the Lord. ഷാജി വിചാരിച്ചു, പലരും വിചാരിച്ചു, अनेक लोगों ने सोचा, ഹല്ലേലൂയ, ഹെരോദാവ് വിചാരിച്ചു, हेरोदेस ने सोचा, പിലാത്തോസിന് പിന്നെ ഒരു ചെറിയൊരു താല്പര്യമുണ്ട്, पिलातुस के अंदर एक थोड़ा सा विचार था, അവന്റെ അകത്ത് ചെറിയ ഭയമുണ്ട്। उसके अंदर थोड़ा सा भय था। ഇവൻ സാധാരണക്കാരനല്ല, ये मामूली आदमी नहीं है, ഇവൻ നീതിമാനാണ്। ये धर्मी व्यक्ति है। അതുകൊണ്ടാ പിലാത്തോസ് കൈ കഴുകി ഒഴിഞ്ഞത്। इसलिए पिलातुस ने हाथ धोया और പലരും വിചാരിച്ചവൻ കല്ലറയ്ക്കകത്തടക്കപ്പെട്ട് അവിടെ കിടക്കുമെന്ന്। अनेक लोगों ने सोचा वो कब्र में दफन हो जाएगा और वहीं पड़ा रहेगा, അതേ ഒരു ലേഡി പറയുകയാ, लेकिन एक स्त्री कहती है, ഒരു പാപിനിയായ സ്ത്രീ പറയുകയാ, एक पापिनी महिला कहती है, ലോകം കല്ലെറിയാൻ വിധിക്കപ്പെട്ടവള് പറയുകയാ, और संसार ने जिसे पत्थरवाह करने का दंड दिया था, वो कहती है, അങ്ങനെ കല്ലറയിൽ കിടക്കുന്നവനല്ല, वो वैसे का वैसा कब्र में पड़ा नहीं रहेगा, അവൻ അങ്ങനെ കല്ലറയിൽ वो കിടക്കുകയില്ല, वैसा ही कब्र में मरा हुआ पड़ा नहीं അവൾ रहेगा, അതിരാവിലെ എഴുന്നേൽക്കുകയാ, वो भोर को उठ खड़े होगी, അവൾ അതിരാവിലെ എഴുന്നേൽക്കുകയാ, वो भोर को उठ खड़े हुई, അവൾ എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടുകയാ। वो उठकर कब्र की ओर दौड़ी।
Praise the Lord. Praise the Lord. അവൻ കല്ലറയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചകളാ വായിച്ചത്. कब्र में पहुंचकर उसने जो नजारा देखा वो हमने पढ़ा. Hallelujah. അവിടെ പടയാളികളില്ല, वहां पे सिपाही नहीं है, മറ്റാരെയും കാണാനില്ല. कोई भी अन्य व्यक्ति नजर नहीं आ അവൻ रहा. ആ കല്ലറയ്ക്കകത്തേക്ക് അവൾ കയറുകയാ. कब्र के अंदर उसने प्रवेश किया. Praise the Lord. Praise the Lord. അവിടെ നിന്ന് അവൾ കരയുകയാ. वहां खड़े खड़े वो रो रही थी. രണ്ട് പോയിന്റിൽ കൂടെ നാം കയറാൻ പോകുന്നത്. हम दो बिंदुओं पर विचार करने जा रहे हैं. ഒന്ന് കരയുന്ന ചിലതിന്റെ കണ്ണുനീരിന് മറുപടി. और एक पहला बिंदु है कुछ रोने वालों के आंसुओं का जवाब. ആമി, നീ കരഞ്ഞാൽ നിന്റെ കരച്ചിലിന് നീ കരയുന്നതെന്തെന്ന് ചോദിക്കാൻ ആരുമില്ല. और तू जो रो रहा है रो रही है, तू क्यों रो रहा है रो रही है, ये पूछने वाला शायद कोई मौजूद नहीं है. ഈ ഭായിസം ഇദ്ദേഹം വായിച്ചപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവിടെ രണ്ട് ഭാഗത്ത് അവിടെ കരച്ചില് കാണാം. और भैया ने जो वचन पढ़ा आपने सुना, वहाँ दो भागों पर रुलाई दिखाई पड़ती है. ആമേൻ. അവൾ കല്ലറയിലേക്ക് കയറിയപ്പോൾ അവിടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുവാൻ തുടങ്ങി. जब उसने कब्र में प्रवेश किया, उसकी आंखें भर आई और आंसू बहने लगे. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ जब वो रो रही थी, അവർ വെള്ള വസ്ത്രധാരികളായി ദൂതൻ അവനോട് ചോദിക്കുക, മറിയം നീ കരയുന്നതെന്ത്? और जब वो रो रही थी तो दो श्वेत वस्त्रधारी स्वर्गदूतों ने उससे पूछा, मरियम तू क्यों रो रही है? ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ പറയട്ടെ, आज की सुबह आत्मा में मैं बोलूं, നീ കരയുന്നതെന്താ നിന്റെ ഭർത്താവ് ചോദിച്ചത് വരത്തില്ല. हो सकता है तेरा पति तुझसे ना पूछे कि तू क्यों रो रही है. ആമേൻ. നീ കരയുന്നതെന്താണ് നിന്റെ ഭാര്യ ചോദിച്ചത് വരത്തില്ല. तेरी पत्नी शायद तुझसे ना पूछे कि तू क्यों रो रहा है. എന്നാ ദേ ഇവിടെ ഒരുവൻ ചോദിക്കുകയാ, ഒരുവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ നീ കരയുന്നതെന്ത്? लेकिन यहाँ एक व्यक्ति उसको रोता हुआ देखकर उससे पूछ रहा है, तू रो क्यों रही है? ഈ പകൽ आज की सुबह ചിലരിനോട് ദൈവാത്മാവ് പറയുകയാ, कुछ लोगों से पवित्र आत्मा कहता है, നിന്റെ കരച്ചിലിന്റെ ശബ്ദം ദൈവം കേട്ടു. परमेश्वर ने तेरे क्रंदन तेरे रोने का शब्द सुन लिया. ദൈവത്തിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ടു. परमेश्वर ने तेरे रोने की आवाज सुन ली. ആമേൻ. നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ട ദൈവം तेरी रोने की आवाज को सुनने वाला നിന്റെ परमेश्वर കരച്ചിലിന്റെ അർത്ഥമെന്തെന്നറിഞ്ഞ് तेरे रोने का तात्पर्य क्या है ये जानकर അവൻ നിന്നോട് ചോദിക്കാൻ പോകുകയാ. वो तुझसे पूछने जा रहा है. അവൻ വെറുതെ ചോദിച്ചു വിടുന്ന ദൈവമല്ല. वो बेकार में पूछ कर छोड़ने वाला परमेश्वर അവൻ नहीं है. ചോദിച്ചു വിടുന്ന ദൈവമല്ല. वो पूछ कर ऐसे ही जाने देने वाला परमेश्वर ഇന്ന് नहीं है. രാത്രി പകൽ आज की सुबह ഹല്ലേലൂയ, ഹല്ലേലൂയ. हालेलुया, എന്നും കരയാനല്ല ദൈവം നിന്നെ കണ്ടത്. हमेशा रोने के लिए परमेश्वर ने तुझ पर दृष्टि नहीं डाली है. ഹല്ലേലൂയ. എന്നും കരച്ചിലല്ല, सर्वदा रोने का अनुभव नहीं रहेगा. എന്നും കരച്ചിലല്ല, हमेशा रोते नहीं रहेंगे. ഇന്ന് പകൽ आज की सुबह നിന്റെ കരച്ചിലിന് മറുപടി തരുന്ന तेरे रोने का जवाब देने वाला, ഉത്തരം പകരുന്ന ഒരു ദൈവം उत्तर देने वाला ഇതിന്റെ നടുവിലുണ്ട്. एक परमेश्वर तेरे बीच में खड़ा है. അവൻ ഇവിടെയുണ്ട്, वो यहाँ खड़ा है. അവൻ ഇവിടെയുണ്ട്. वो यहाँ मौजूद है. അവൻ നിന്റെ കണ്ണുനീരിന് तेरे आंसुओं का അവളോട് ചോദിക്കുക, നീ കരയുന്നതെന്ത്? उससे पूछा जा रहा है, तू रो क्यों रही है? അവള് ചോദിച്ചത് കേട്ടോ. उसने पूछा, क्या मालूम है आपको? ആമി, എന്റെ യജമാനനെ എന്റെ യേശുവിനെ നീ എവിടെ വെച്ചു? मरियम ने उससे पूछा, हे स्वामी, हे महाराज, मेरे स्वामी यीशु को तूने कहाँ रख അവള് दिया? പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? क्या आपने ध्यान दिया? उसने क्या ഹല്ലേലൂയ. അവള് क्या क्या പറഞ്ഞ बातें बोली? കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? उसने क्या कहा? क्या आपने ध्यान दिया നിങ്ങൾ उस पर? അവനെ എവിടെ വെച്ചു? आपने उसे कहाँ रख दिया? ആമേൻ. आमीन. അവനെ ഇഞ്ഞത്താ, उसे मुझे दे दीजिए, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാം. मैं उसे उठा कर ले जाऊंगी. Praise the Lord. Praise the Lord. ആരാ പറയുന്നത്? बोल कौन रही है? അവൻ 10-42 കിലോ അടുത്ത് വരുന്ന ഒരു സിസ്റ്റർ, और 40-42 किलोग्राम वजन की एक बहन, ഏകദേശം ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ഒരു 80-85 കിലോയ്ക്ക് അടുത്ത് വരുന്ന അവനൊരു ശരീരത്തെ എടുത്തുകൊണ്ട് പൊയ്ക്കൊള്ളാമെന്ന് അവൾ അവിടെ ഉറപ്പായി പറയുകയാ. और एक तंदुरुस्त जवान 80-85 किलो जवान के शव को वो उठाकर ले जाऊंगी, ये बोल रही है. ഹല്ലേലൂയ. അവൾ എന്താ അങ്ങനെ പറയാനുണ്ടായ കാരണം? और उसका ऐसा कहने की वजह क्या थी? അവൻ അസാമാന്യമായ വിടുതൽ അനുഭവിച്ച അവളുടെ അതായത് യേശുവിനോടുള്ള സ്നേഹം അത്ര വലുതായിരുന്നു. उसने जो असाधारण छुटकारा अनुभव किया था, उसका यीशु के प्रति प्रेम इतना महान था. ഹല്ലേലൂയ.
അതുകൊണ്ട് അവൾ പറയും അവന്റെ ശരീരം ഇഞ്ഞതാ. इसलिए वो कह रही है उसका शरीर मुझे दे दीजिए, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. मैं उसे उठा कर ले जाऊंगी. മറിയേ, मरियम, ലോകം മൊത്തം യേശുവിനെതിരാ. पूरा संसार यीशु के खिलाफ है, അവൻ റോമൻ ഗവൺമെന്റിനെതിരാ, रोमन साम्राज्य उसके खिलाफ है, പടയാളികളെതിരാ. सिपाही उसके खिलाफ है. മറിയ, നീ എന്താ ഈ ആവശ്യം ഉന്നയിക്കുന്നത്? मरियम, तेरी जरूरत ऐसी क्यों है? അവൾ പറയും, वो जवाब देगी, ലോകമെതിരാകട്ടെ, संसार चाहे खिलाफ हो जाए, അവൻ ഗവൺമെന്റ് എതിരാകട്ടെ, चाहे सरकार खिलाफ हो जाए, സകലരും എതിരാകട്ടെ. सब लोग मेरे खिलाफ हो जाए. ഹല്ലേലൂയ. हालेलुया. എനിക്കവനെ വേണം, मुझे वो चाहिए, എനിക്കവനെ വേണം, मुझे यीशु चाहिए, എനിക്കവനെ വേണം, मुझे यीशु चाहिए, എനിക്കവനെ വേണം. मुझे यीशु चाहिए. ഹല്ലേലൂയ. हालेलुया. എന്താണ് അവൾ പറയാൻ കാരണം? उसका ऐसे कहने की वजह क्या है? അവൾക്ക് ലഭിച്ച വിടുതലാണ്. उसको मिला हुआ छुटकारा ऐसा ആരും है ഉൾക്കൊള്ളാത്ത, जो कोई भी समझ ना सके. എല്ലാവരും തള്ളിക്കളഞ്ഞ, सब लोगों ने जिसे ठुकरा दिया, എല്ലാവരും മാറ്റി നിർത്തിയ, जिसे सब लोगों ने जिसका तिरस्कार किया, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിനൊരു അംഗീകാരം കൊടുത്തത് ഈ യേശുവാണ്. उसके जीवन को एक अंगीकार और मान्यता यीशु ने प्रदान की थी. ആമി നമുക്ക് തന്ന അംഗീകാരം യേശു തന്നതാണ്. हमें जो मान्यता मिली है वो यीशु ने हमें दी है. ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്നതിനുള്ള അംഗീകാരം തന്നത് യേശുവാണ്. मुझे यहाँ प्रचार करने की मान्यता मेरे यीशु ने दी है. ഹല്ലേലൂയ. हालेलुया. നാം അനുഭവിക്കുന്ന ചെറുതും വലുതുമായ അംഗീകാരങ്ങൾ, मुझे जो भी मिल रहा है, छोटे और बड़ी मान्यताएं, അത് യേശു തന്നതാണ്. वो यीशु के द्वारा दी गई हैं. ഹല്ലേലൂയ. हालेलुया. നിങ്ങൾ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ आप जिसका अनुभव कर रहे हैं, ऐसी छोटी बड़ी चीजें, ആമ സകല സൗഭാഗ്യങ്ങളും सारे सौभाग्य, സകല അനുഗ്രഹങ്ങളും सारी आशीषें നമ്മുടെ കർത്താവ് തന്നതാണ്. हमारे प्रभु की दी गई है. അത് തിരിച്ചറിയുന്നവർ उसको समझना. യേശുവിനെ ഇഞ്ഞതാ. वो कह रही है यीशु को मुझे दे दीजिए, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. मैं उसे उठा कर ले जाऊंगी. ഹല്ലേലൂയ. हालेलुया. അവൻ പിന്നെയും കരഞ്ഞു. वो फिर से रोई. ആമേൻ. യെരിഹോവിൽ രണ്ട് കുരുടന്മാരിപ്പുണ്ടായിരുന്നു. यरीहो में दो अंधे बैठे हुए थे. സമയത്തിന് പോകുന്നത് എല്ലായിടത്തും കയറാൻ പറ്റത്തില്ല. समय सीमित है, हर जगह प्रवेश नहीं किया जा ആ सकता. കുരുടൻ ഇങ്ങനെ നിലവിളിക്കുക. वो जो अंधा था इस प्रकार से पुकार रहा था. അവൻ നിലവിളിച്ചപ്പോൾ ശിഷ്യന്മാർ അവനെ തടഞ്ഞു. जब वो फरियाद कर रहा था, पुकार रहा था, चेलों ने उसको डांटा, उसको रोका. Praise the Lord. Praise the Lord. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. और वो और ऊंचे शब्द से रोया. ഹല്ലേലൂയ. ആ കരച്ചിലിന്റെ ശബ്ദം യേശു ആദ്യമേ ഇവന്റെ കരച്ചിൽ കേട്ടതാ. उसकी पुकार को यीशु ने पहले ही उसकी पुकार को सुन लिया था. Praise the Lord. Praise the Lord. എന്നാൽ തടസ്സങ്ങളെ വകവയ്ക്കാതെ അവൻ ഉറക്ക കരഞ്ഞു. लेकिन अवरोधों और बाधाओं की परवाह न करके वो और ऊंचे शब्द से चिल्लाया. ഹല്ലേലൂയ. അവൻ അറിയാം ഇതുവരെ പോകുന്ന യേശു എന്റെ വിടുതലിന് വേണ്ടി ഈ യെരിഹോവിൽ കൂടെ വന്നതാണ്. उसको पता था यहाँ से गुजरने वाला यीशु मेरे छुटकारे के लिए यरीहो से गुजर रहा है. അവൻ എന്റെ വിടുതലിന് വേണ്ടി വന്നതാണ്. वो मेरे छुटकारे के लिए आया है. ആ വിടുതൽ ഇന്ന് പകൽ തന്നെ ഞാൻ പ്രാപിച്ചെടുക്കണം. वो छुटकारा आज की सुबह ही मैं हासिल करके रहूंगा. ഇന്ന് പകൽ തന്നെ ആ വിടുതൽ ഞാൻ അനുഭവിക്കണം. आज की सुबह ही मैं वो छुटकारा हासिल करके रहूंगा. അതുകൊണ്ട് അവൻ ഉറക്ക കരയുകയാണ്. इसलिए वो पूरी ताकत से पुकार रहा है. ഹല്ലേലൂയ. हालेलुया. കുരുടന് അവന് വ്യക്തമായിട്ടറിയാം अंधे को बखूबी मालूम था യേശു ഇതുവഴി പാസ് ചെയ്യുന്നത്. यीशु यहाँ से गुजरने वाले അവൻ എന്റെ ശാപമടിക്കുവാനും मेरे अभिशाप को तोड़ने के लिए, ഈ പട്ടണത്തിന്റെ इस ശാപമടിക്കുവാനുമാണ്. अभिशाप के, इस शहर के अभिशाप को तोड़ने के लिए. അതുകൊണ്ട് ഞാൻ അടങ്ങിയിരിക്കത്തില്ല. इसलिए मैं चुपचाप शांत नहीं रहूंगा. എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയത്തില്ല. मैं मौन नहीं रहूंगा. അവൾ ഉറക്ക കരഞ്ഞു. उसने पूरी ताकत से चिल्लाया. ഹല്ലേലൂയ. യേശു അവിടെ നിന്നു. यीशु वहां रुक गए. Praise the Lord. Praise the Lord. ആ കണ്ണുനീരിന്റെ മുമ്പിൽ യേശു അവന് കൊടുത്ത വിടുതൽ അവന്റെ ചരിത്രത്തെ തന്നെ മാറ്റുന്നതാ. और उस आंसुओं के सामने यीशु ने उसको जो छुटकारा दिया, उसने उस भिखारी के अंधे के पूरे इतिहास को बदल दिया. ഹല്ലേലൂയ. ലോകത്തെ കാണാത്ത അവൻ, वो जो संसार को नहीं देख पा रहा था, അവന്റെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട അവൻ, അമീനാലി അവന്റെ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവ അവൻ,
अपने परिवार से जो बाहर कर दिया गया था, अपने समाज से बाहर कर दिया गया था, वो व्यक्ति ഹല്ലേലൂയ ഇപ്പോൾ തിരികെ അവന്റെ സമൂഹത്തിലേക്ക് വരികയാ. अब वापस अपने समाज के अंदर आ रहा था, അവൻ തിരിച്ചവന്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാ. वापस अपने परिवार के अंदर आ रहा था, അവൻ അവന്റെ സമൂഹത്തിൽ അവൻ വലിയവനായി മാറുകയാ. अपने समाज के अंदर वो एक बड़ा प्रतिष्ठित व्यक्ति हो गया. കാരണം അവന് ദൈവം കാഴ്ച കൊടുത്തു. इसलिए कि परमेश्वर ने उसे उसके आंखों की रोशनी दे दी. അവന്റെ അവനലിയ കാഴ്ച ദൈവം അവന് കൊടുത്തപ്പോൾ परमेश्वर ने जब उसे दृष्टि दी, ആ ശാപത്താൽ പുറത്താക്കപ്പെട്ടവൻ അവൻ അകത്തായി വരുവാനിടയാ. अभिशाप के कारण जो बहिष्कृत हो गया था, वो वापस स्वीकृत होकर अंदर आ गया. ഹല്ലേലൂയ കരച്ചിൽ വലിയ ശക്തിയുള്ളതാണ്. रोने में बहुत बड़ी ताकत है. കരച്ചിൽ വലിയ ശക്തിയുള്ളതാണ്. रोने के अंदर बहुत बड़ी ताकत निहित है. ഇന്ന് രാത്രി കരയുന്ന നിനക്ക് വേണ്ടി आज की सुबह तू जो रो रहा है, तेरे അവൻ लिए, നിനക്ക് വേണ്ടി तेरी खातिर നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. रुकने वाला एक परमेश्वर मौजूद है. അതുകൊണ്ട് കരയുന്ന ദൈവമൈതലേ, इसलिए रोने वाले परमेश्वर के संतान, നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. एक परमेश्वर है जो तेरी खातिर रुक जाता है. നിന്റെ കണ്ണുനീർ കണ്ടിട്ട് तेरे आंसुओं को देखकर അവൻ മടങ്ങി പോകുന്നവനല്ല. वो वैसे ही लौटने वाला नहीं है. അവൻ മടങ്ങി പോകുന്നവനല്ല. वो वापस लौटने वाला व्यक्ति അവൻ नहीं നിന്റെ है. കരച്ചിലിന്റെ അർത്ഥം മനസ്സിലാക്കി तेरे रोने का अर्थ समझकर അവൻ അതിന് വിടുതൽ തരുന്നവനാണ്. वो उसका छुटकारा देने वाला परमेश्वर है. അവൻ പഴയ നിയമത്തിലേക്ക് വന്നാൽ पुराने नियम में अब आए, കഴിഞ്ഞ ഭക്തന്മാരെ കാണാം. हम रोने वाले भक्तों को देख കഴിഞ്ഞ सकते हैं. ദിവസം എപ്പോഴോ പ്രസംഗിച്ചപ്പോൾ ഞാൻ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞു. और पिछले दिनों में प्रचार करते समय मैंने एक ऐसे किसी संदर्भ का जिक्र किया था. ബാലന്റെ മരണം കാണാൻ കഴിയാതെ बच्चे की मृत्यु नहीं देख सकती थी ऐसे ഒരാൾ स्तर पे. ഒരുപാട് ദൂരത്ത് മാറിയിരുന്ന് एक टप्पे भर की दूरी पर बैठ അവൾ जाकर बैठ गई. കരയുകയാണ്. वो रो रही है. മരണശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന और बच्चा जो मौत की सांसें ले रहा है, അവൻ മരണത്തിന് വേണ്ടി ആ മിനിറ്റുകൾ ബാക്കി മാത്രം നിൽക്കുന്ന और मौत में कुछ क्षण बाकी है ऐसे, അത് കാണാൻ കഴിയാതെ वो देख नहीं पा रही थी ऐसे, മുഖം മറച്ച് अपना चेहरा ढांप कर അവൻ കരയുന്ന അവളുടെ കരച്ചിൽ रोने वाली उसकी रुलाहट को, എന്നതേ ഒരമ്പിൻപാട് ദൂരത്ത് और टप्पे भर की दूरी पर ഒരു കുഞ്ഞു കടന്ന് കരയുകയാ. एक बच्चा भी रो रहा था. ആ കരച്ചിലിന്റെ ശബ്ദം, उस क्रंदन की आवाज, ആ കരച്ചിലിന്റെ ശബ്ദം उस पुकार की आवाज വാനമേഘങ്ങളെ കീറി बादलों को चीर कर അവൻ ദൈവത്തിന്റെ സന്നിധിയിലെത്തി. परमेश्वर की उपस्थिति में पहुंची. ഹല്ലേലൂയ. हालेलुया. ദൈവ സന്നിധിയിലെത്തിയപ്പോൾ जब परमेश्वर की उपस्थिति में पहुंची, സ്വർഗം അവിടെ അടങ്ങിയിരുന്നില്ല. स्वर्ग वहां शांत चुपचाप नहीं ആ बैठा. മരുഭൂമിയിൽ उस मरुस्थल के अंदर, അവൻ ആ മരുഭൂമിയിൽ उस मरुस्थल के अंदर, അവൻ വെള്ളമില്ലാതെ ആ സ്ഥലത്ത് वो जगह जहां पानी का नामो निशान नहीं ഒരു था, ഉറവ പൊങ്ങി വരികയാണ്. एक सोता फूट के निकला. ഒരു ഉറവ പൊങ്ങി വരികയാണ്. एक सोता फूट निकला. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, आज सुबह प्रार्थना करने वाले परमेश्वर के കരയുന്ന बच्चे, നിന്റെ കരച്ചിലിന്റെ മുമ്പിൽ, तेरे क्रंदन के सामने, കരച്ചിലിന്റെ മുമ്പിൽ तेरे रोने के सामने അവൻ ചില ഉറവ പൊങ്ങി വരാൻ പോകുകയാ. कुछ सोते फूट कर निकलने जा रहे ചില हैं. ഉറവ പൊങ്ങി വരാൻ कुछ പോകുകയാ. सोते फूट निकलने जा रहे हैं. മരുഭൂമിക്കകത്ത് और उस स्थल के अंदर വെള്ളമില്ലാത്തടത്ത്, जहाँ पानी नहीं है, വെള്ളമില്ലാത്തടത്ത് जहाँ पानी का नामो निशान नहीं, ഉറവ വെളിപ്പെടുത്താൻ പോകുകയാ. सोता फूटने जा रहा है. ഹല്ലേലൂയ. हालेलुया. ഉറവ വെളിപ്പെടുത്താൻ പോകുകയാ. सोते फूटने जा रहे हैं. ഹല്ലേലൂയ. हालेलुया. അവൻ ജീവനുള്ള ദൈവമാണ്. हमारा परमेश्वर जीवित परमेश्वर है. ഇവള് കരയുകയാ. ये व्यक्ति रो रही थी. ഇവള് കരയുമ്പോൾ जब ये रो रही थी, ആ കരച്ചിലിന്റെ മുമ്പിൽ उस क्रंदन के सामने അവളോട് ചോദിക്കുകയാ, उससे पूछा जा रहा है, അവൻ നീ എന്തിനാ കരയുന്നേ? तू रो क्यों रही है? ഹല്ലേലൂയ. हालेलुया. സത്യത്തിൽ ഉയർത്തെഴുന്നേറ്റ് കല്ലറ ശൂന്യമായി കിടക്കുമ്പോ वास्तव में जब पुनरुत्थान के बाद कब्र बिल्कुल सुनसान जब पड़ी थी, ഒരു പരുവത്തിന് അവിടുന്ന് എസ്കേപ്പ് ചെയ്യാ വേണ്ടത്. और किसी न किसी हाल में वहां से भाग जाना चाहिए था, അവൻ അവിടുത്തെ സാഹചര്യം അതുപോലെ. इसलिए कि वहां के हालात इस तरह के थे. അവൻ അതിലെ ഗവൺമെന്റ് മുഴുവൻ ഇളകി നിൽക്കുകയാ. और पूरा सरकार उग्र होके उसके खिलाफ അവൻ आया हुआ था. ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുക. पूरे संसार की नजर उस पर है. ഹല്ലേലൂയ. हालेलुया. പക്ഷെ അവർക്ക് ഇതൊന്നും ഒരു ഭയമല്ല. लेकिन उसके लिए ये कोई परेशानी का सबब അവനെ नहीं है. അകത്തറിയാം, ഈ യേശു
ഉയർത്തെഴുന്നേൽക്കും. क्योंकि अपने अंदर वो जानती थी कि ये यीशु जिंदा होकर रहेगा. പക്ഷേ ആ പാപം പറയുകയാ, നിങ്ങൾ അവനെ എവിടെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടോ? वो कह रही है क्या तुमने उसे कहीं रख दिया है? ഹല്ലേലൂയ. നിങ്ങൾ അവനെ മാറ്റി വെച്ചിട്ടുണ്ടോ? क्या तुमने उसे कहीं हटा कर रख दिया है? ആ ബോഡി എനിക്ക് തന്നേര്. वो शरीर मुझे दे दो. ഹല്ലേലൂയ. हालेलुया. ആ ബോഡി എനിക്ക് തന്നേര്. वो शव मुझे दे दो. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ अगर तुमने उसे हटाकर कहीं और रख दिया है, ആമേൻ, അത് എനിക്കിതാ. वो मुझे दे दीजिए. ഇന്ന് പകൽ എത്ര പേർ പറയാൻ തയ്യാറാകോ? आज की सुबह कितने लोग कहने को तैयार होंगे? അവ സാഹചര്യങ്ങളെല്ലാം വിരോധമായി നിൽക്കുമ്പോൾ, परिस्थितियां सब मेरे प्रतिकूल है. അവ സാധ്യത ഇല്ലാതിരിക്കുമ്പോൾ, जहाँ कोई संभावना नहीं है, എനിക്ക് ആ യേശുവിനെ മതി. मुझे वो यीशु बस ആ चाहिए. യേശുവിനെ മതി. मुझे केवल यीशु चाहिए. കഷ്ടതക്കകത്ത്, क्लेशों के अंदर, വേദനക്കകത്ത്, दर्द के अंदर, രോഗത്തിനകത്ത് बीमारी के अंदर ഞാൻ കണ്ട യേശുവിനെ മതി. मुझे केवल यीशु चाहिए. അവൻ എന്റെ പാപത്തിൽ നിന്ന് उसने मेरे पापों से मुझे വിടുതൽ തന്നവനാണ്. छुटकारा दिया ആ है. യേശുവിനെ മതി. मुझे केवल यीशु ആ चाहिए. യേശുവിനെ മതി. मुझे केवल वो यीशु चाहिए. ആമേൻ. ഇവിടെ ആ കരച്ചില് ദൈവം കേൾക്കാതിരിക്കത്തില്ല. उसका ये क्रंदन, उसकी जो ഇവിടെ रुलाई है, ഹൃദയത്തിന്റെ അവസ്ഥ അറിഞ്ഞ ദൈവം परमेश्वर उसको अनसुना नहीं कर सकता. उसकी अवस्था को जानने वाला നമ്മൾ परमेश्वर. എപ്പോഴും മനസ്സിലാക്കണം. हम हमेशा इस बात को समझें. നാം ഇറങ്ങുന്നതിന് മുൻപേ നമ്മുടെ കാര്യങ്ങളെ കൃത്യമായി അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. हमारे रवाना होने से पहले हमारी चीजों की सटीक जानकारी रखने वाला एक परमेश्वर हमारे बीच में विद्यमान അവൻ है. നമ്മുടെ ഹൃദയങ്ങളെ നല്ലപോലെ ശോധന ചെയ്യുന്നവനാ. वो हमारे मन के विचारों को अच्छी तरह से जांचने वाला परमेश्वर है. നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ, जब आप घर से रवाना हुई थी, ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നപ്പോഴേ, जब आराधना में आ रहे थे, നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ നന്നായി അറിയുന്നവനാ ദൈവം. आपके हृदय की अवस्था को, हालत को बखूबी जानने वाला परमेश्वर है हमारा परमेश्वर. അത് നമ്മൾ മറന്നു പോകരുത്. वो हम हरगिज ना भुलाएं. നിന്റെ ആവശ്യമറിയാം, तेरी जरूरतों को നിന്റെ जानता है. ആഗ്രഹങ്ങൾ ദൈവത്തിനറിയാം, तेरी आकांक्षाएं परमेश्वर को നിന്റെ पता है. വിശ്വാസം ദൈവത്തിനറിയാം. तेरा विश्वास परमेश्वर को पता നീ है. വന്ന വരവിനകത്ത് തന്നെ ഹൃദയത്തിന്റെ ചലനം അറിയാവുന്നവനാ സ്വർഗം. और जब तू आ रहा था तो स्वर्ग के परमेश्वर को तेरे हृदय की धड़कन के बारे में भी जानकारी है. അധികാലത്തെ കല്ലറയിലേക്ക് ഓടി വന്ന എവിടെ ഹൃദയത്തെ നന്നായി അറിഞ്ഞ ഒരു ദൈവം. प्रभोर को अंधेरा होते ही कब्र की ओर आने वाले इस मरियम के हृदय की धड़कन को जानने वाला परमेश्वर. ഹല്ലേലൂയ. അവിടെ തന്നെ യേശു ഇവക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. और वहाँ यीशु इसका इंतजार कर रहे थे. ഹല്ലേലൂയ. हालेलुया. ഇവക്ക് വേണ്ടി യേശു വെയിറ്റ് ചെയ്യുകയാ. यीशु इसका इंतजार कर रहे थे. അവൾ അവിടെ കുനിഞ്ഞ് കല്ലറയിലേക്ക് പിന്നെയും നോക്കി. उसने झुककर कब्र की ओर फिर से देखा. ശിഷ്യന്മാർ ഓടിയതുപോലെ അവൾ ഓടിയില്ല. चेले जैसा भागे थे वो वैसा नहीं दौड़ भागी. ആമേൻ. അവർ ഓടിപ്പോയപ്പോൾ जब वो लोग भाग खड़े हुए, ഇവൾ കല്ലറയുടെ അടുത്ത് തന്നെ നിലയുറപ്പിക്കുകയാ. ये कब्र के पास ही जमकर खड़ी है. ഹല്ലേലൂയ. हालेलुया. അവർ രണ്ടുപേർ ഓടി. दो लोग भाग खड़े हुए. ആമേൻ. ഓടിയവർ യോഹന്നാനും പത്രോസുമാ. भागने वाले, दौड़ने वाले यूहन्ना और पतरस थे. അവർ റുമാല് കണ്ടോടിപ്പോയി. और उन लोगों ने अंगोछा देखा और वापस भाग गए. അവർ സന്തോഷത്തോടാകാം ഓടിയത്. वो बड़े സന്തോഷത്തോടാകാം ഓടിയത്. हो सकता है वो आनंद से दौड़े हों. ഹല്ലേലൂയ. हालेलुया. മറിയയ്ക്കും വേണമെങ്കിൽ ഇത് കണ്ട് ഓടിപ്പോകാം. मरियम भी अगर चाहती तो ये देखकर भाग जाती. അവൾ ഓടിപ്പോകാൻ വന്നവളല്ല. लेकिन वो भाग खड़े होने के लिए आई हुई नहीं थी. അവൻ കാണണ്ടവനെ കാണാൻ വന്നവളാണ്. देखने वाले को देखने के लिए वो आई थी. അവനെ കാണാതെ അവൾ ആ കല്ലറ വിട്ടുപോകുകയില്ല. उसको देखे बगैर वो कब्र से विदा नहीं होती. ആ കല്ലറ വിട്ടുപോകണമെങ്കിൽ अगर उसने उस कब्र को छोड़कर ആ जाना है, കല്ലറയ്ക്കകത്ത് വെച്ചവനെ കാണാതെ അവൾ മടങ്ങുകയില്ല. उस कब्र के अंदर रखे हुए को देखे बिना वो उस कब्र से रवाना नहीं होती. ഹല്ലേലൂയ. അവൾ അവിടെ കരയുകയാ. वो वहाँ खड़ी हुई रो रही है പിന്നെയും അവൾ കരയുകയാ. और दोबारा रो रही है. കല്ലറയിലേക്ക് നോക്കി കരയുകയാ. कब्र के अंदर देखकर रो रही है. ഞാനത് പറഞ്ഞേരെ മറിയേ. अगर मैं होता तो मैं बोलता है मरियम. എടീ, രണ്ട് ശിഷ്യന്മാര് ഓടിപ്പോയി. दो चेले तो भाग खड़े हुए, നീ രക്ഷപ്പെട്ടു. तू भी भाग जा. ഹല്ലേലൂയ. हालेलुया. അവൾ എന്നോട് പറയും,
वो मुझे जवाब देती ഈ വാഴമുട്ടം നീ പൊട്ടം പറയുന്ന പോലെ പറയരുത്. ए विल्सन तू बेवकूफी भरी बातें मत कर. അവൻ ആരെന്ന് എനിക്കറിയാം. मुझे पता है वो कौन है. അവൻ ആരെന്ന് എനിക്കറിയാം. मुझे पता है वो कौन അവൻ है. എനിക്ക് തന്ന വിടുതൽ അത്ര വലിയ വിടുതലാണ്. इसलिए कि उसने मुझे जो छुटकारा दिया वो इतना महान छुटकारा है. ലോകത്തിലെ മനുഷ്യന് തരാൻ പറ്റാത്ത വിടുതലാണ്. वो छुटकारा संसार का कोई मनुष्य नहीं दे ഒരു सकता. മനുഷ്യനും ഒരു മനുഷ്യ ദൈവത്തിന് തരാൻ കഴിയാത്ത വിടുതലാണ്. कोई भी मनुष्य और कोई भी मनुष्य देवता नहीं दे सकता ऐसा ഹല്ലേലൂയ. छुटकारा. അവൻ हालेलुया. സാക്ഷാൽ ദൈവമാണ്. वो साक्षात परमेश्वर है. അവന്റെ ഒറ്റ വാക്കിനകത്ത് उसके एक शब्द के अंदर എന്റെ അകത്തടങ്ങളിൽ എന്നെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഭീകര വ്യാപാരം അഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടതാണ്. मेरे अंतरतम के अंदर मुझसे पाप कराने वाले उस भयानक दुष्ट आत्मा को मैंने अपने अंदर से भाग कर निकलते देखा है. അതെന്നിൽ നിന്ന് മാറിപ്പോയപ്പോൾ जब वो मेरे अंदर से भाग गया, ഞാൻ ഇതുവരെ ചെയ്ത പാപം मैंने अब तक जो पाप किए थे, ഇതുവരെ ചെയ്യുവാൻ अब तक जो किए थे, എനിക്കൊരു പ്രേരണ വരുന്നില്ല. वो पाप करने की प्रेरणा मेरे अंदर അവൻ नहीं आ रही കല്ലറയിൽ है. കിടക്കുമ്പോൾ जब वो कब्र में पड़ा था, അവന്റെ മുഖം കാണുവാൻ, उसका चेहरा देखने के लिए, അവൻ ഉയർപ്പിന്റെ മുഖം കാണുവാൻ उसका पुनरुत्थित चेहरा देखने के लिए രാത്രി പകൽ ഞാൻ കഴിച്ചു കൂട്ടുകയായിരുന്നു. रात और दिन में इंतजार कर रही थी. ഞാൻ അതിനു വേണ്ടി സമയം ചെലവിടുകയായിരുന്നു. उसके लिए मैं समय बिता रही थी. ഒരു പക്ഷേ ഞാൻ ഭക്ഷണം പോലും കഴിച്ചു കാണുകയില്ല. शायद मैंने खाना भी नहीं खाया होगा. അഭിമാനന് വെള്ളം കുടിക്കാൻ മറന്നു കാണും. शायद मैं पानी पीना भी भूल गई. എന്റെ വിഷയം ഇതാണ്. और मेरी समस्या ये है, അവൻ മൂന്നാം ദിവസം तीसरे दिन അതെന്റെ യജമാനൻ എന്നോട് പറഞ്ഞ ദിവസമാണ്. मेरे स्वामी ने जो कहा था वो दिन है वो. ഹല്ലേലൂയ. ആ ദിവസം എണ്ണി അവൾ കാത്തിരുന്നു. वो दिन गिन कर वो उस दिन का इंतजार कर रही थी. പിന്നെയും കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. फिर से उसने कब्र की ओर झुक कर देखा. പിന്നെയും അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. फिर भी वो रोती रही. ഹല്ലേലൂയ. हालेलुया. ഇപ്പോൾ ദൂതന്മാരല്ല അവളോട് ചോദിക്കുന്നത്. अब स्वर्गदूत उससे प्रश्न नहीं कर रहा है. ഹല്ലേലൂയ. ഇപ്പൊ ദൂതന്മാരല്ല അവളോട് ചോദിക്കുന്നത്. अब उससे प्रश्न स्वर्गदूत नहीं कर रहे थे. ആമേൻ. അവൾ ആരെ കാണാൻ ആഗ്രഹിച്ചോ? जिसको देखने की चाहत उसके अंदर അവൾ थी, ആരെ കാണാൻ ആഗ്രഹിച്ചോ? जिसको देखने की कामना उसके अंदर थी, ആ യേശു वो यीशु അവളോട് ചോദിക്കുകയാ. उससे पूछते हैं, മറിയേ, हे मरियम, നീ കരയുന്നതെന്ത്? तू क्यों रोती है? ഹല്ലേലൂയ. हालेलुया. ദൂതൻ പറഞ്ഞ കേട്ട് അവൾ മടങ്ങിപ്പോയില്ല. स्वर्गदूत का कहा हुआ सुनकर वो वापस नहीं लौटी. അവരുടെ ആശ്വാസവാക്കുകൾ അല്ല അവൾക്ക് വേണ്ടത്. उनके सांत्वना में वाक्य उसे नहीं चाहिए. അവൾക്ക് വേണ്ടത് उसको चाहिए സാക്ഷാൽ പുനരുദ്ധാനവും ജീവനുമായ യേശുവിനെയാ. साक्षात पुनरुत्थान और जीवन यीशु को देखना है. ഹല്ലേലൂയ. കല്ലറകളെ പിളർന്ന कब्र को फाड़ के അവൻ പുറത്തു വന്ന बाहर निकले हुए തേജോമയനായ യേശുവിനെയാണ് महिमामय यीशु को देखना അവർക്ക് है. കാണേണ്ടത്. उसको देखना था. ഇന്ന് പകൽ നിനക്ക് താല്പര്യമുണ്ടോ? क्या आज की सुबह तेरे अंदर ये कामना है? നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? क्या तेरे अंदर ये आकांक्षा है? ആത്മാവിങ്ങനെ പറയുന്നു. आत्मा यूं कहता है, ഇതുവരെ നീ യേശുവിനെ കണ്ടിട്ടില്ലെങ്കിൽ आज तक अगर तूने यीशु को नहीं देखा, കരയുക, रोइए കരയുക, रोइए കരയുക. रोइए. അവൻ നിനക്ക് പ്രത്യക്ഷനാകും. वो तेरे सामने प्रकट होकर रहेगा. ഹല്ലേലൂയ. അവൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷനാകും. वो तेरे सामने प्रकट होकर रहेगा. യേശുവിനോട് ചോദിക്കുക, यीशु से पूछते हैं, നീ എന്തിനാ മറിയെ കരയുന്നേ? हे मरियम तू क्यों रो रही है? ഈ പാപം, ये बेचारी, ഈ വിചാരിയായ ഈ പാപമായ സ്ത്രീ, ये बेचारी महिला, അവൻ അവള് വിചാരിച്ച തോട്ടക്കാരനാണ്. उसने सोचा शायद ये माली है. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിന്നെയും യേശു മറിയേ എന്നവളെ വിളിച്ചു. फिर से यीशु ने मरियम कहकर उसे पुकारा. അപ്പൊ അവൾക്ക് മനസ്സിലായി, तब उसको समझ में आ गया, ആ വിഭാവത്തിന്റെ ബന്ധനത്തിനകത്ത് ഞാൻ കിടന്നപ്പോൾ जब मैं पाप के बंधन के अंदर फंसी हुई थी, അന്ന് കേട്ട അതേ ശബ്ദമാണ് ഈ ശബ്ദം. उस दिन जो आवाज मैंने सुनी थी वही आवाज है ये. ആ ശബ്ദമാണ് ഈ ശബ്ദം. वही आवाज है ये അത് आवाज. മരിച്ചവന്റെ ശബ്ദമല്ല. जो मरे हुए आदमी की आवाज അവൻ नहीं. എന്നെ സകലരും കല്ലെറിയാൻ നിന്നപ്പോൾ അവൻ അല്ലെ ഇവർ നിന്നെ കല്ലെറിഞ്ഞില്ലെങ്കിൽ നീ പോക എന്ന് പറഞ്ഞ ആ ശബ്ദമാണ് ഈ ശബ്ദം. जब सब
लोग उसे पत्थर मारने के लिए तैयार थे। तब किसी ने पत्थर नहीं मारा तो उसने पूछा, अगर किसी ने तुझे पत्थर नहीं मारा तो मैं भी तुझे नहीं मारूंगा, तू चली जा। वो आवाज है, ये आवाज। हालेलुया। ആ ശബ്ദമാണ് ഈ ശബ്ദം. वो आवाज है, ये आवाज। ആമേൻ. യെരൂശലേമിന്റെ നഗരവീഥിയിൽ കൂടെ यरूशलेम की सड़कों में से ആമേൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ചൊല്ലി കരയുവീനെന്ന് പറഞ്ഞ तो अपने और अपने बच्चों के लिए रो, ये कहने वाला। വീണ്ടും തല്ലിയും എഴുന്നേറ്റും പോയ യേശുവിന്റെ ശബ്ദം, और पत्थर वगैरह फेंक कर गए यीशु की आवाज। അവസാനത്തെ അവന്റെ ക്രൂശിലെ നിലവിളി, और अंत में क्रूस पर उसकी जो पुकार थी, उसका जो क्रंदन ആ था, നിലവിളി ഇങ്ങനെയായിരുന്നു. वो पुकार इस प्रकार की थी, പിതാവേ, हे पिता, നീ എന്നെ കൈവിട്ടതെന്ത്? तूने मुझे क्यों छोड़ दिया? ഹല്ലേലൂയ. हालेलुया। കണ്ണുനീരോടെ, आंसुओं के साथ, കരച്ചിലോടെ रोते हुए അവൻ തന്റെ പ്രാണനെ उसने अपने प्राण को പിതാവിന്റെ കരങ്ങളിൽ അർപ്പിച്ചു. पिता के हाथों में सौंप दिया। ഇവക്ക് മനസ്സിലായി, इसको समझ में आ गया मरियम ആ को, വോയിസ് തന്നെയാണ് ഈ വോയിസ്. वही आवाज है, ये आवाज। ആ ശബ്ദം തന്നെയാണ് ഈ ശബ്ദം. वही आवाज है, ये आवाज। നിനക്ക് നിന്റെ ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? क्या आप अपने परमेश्वर की आवाज को पहचान पा रहे हैं? നിനക്ക് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? क्या तू अपने परमेश्वर की आवाज पहचान पा रहा है? ഹല്ലേലൂയ. എത്ര പേർക്ക് ദൈവ ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്? कितने लोग परमेश्वर की आवाज को पहचान पा रहे हैं? ഹല്ലേലൂയ. നമ്മൾ ഈ ലോകയാത്രയിൽ മറ്റു പല ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അതിനകത്ത് പോയോ, മറിച്ച് യേശുവിന്റെ ശബ്ദം എപ്പോഴെങ്കിലും അത് കേൾക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? अपने जीवन यात्रा में हमने अनेक लोगों की आवाजें सुनी होगी, लेकिन क्या हम अपने यीशु की आवाज सुन पा रहे हैं, पहचान पा रहे हैं? എന്റെ പ്രിയ പിതാക്കന്മാരെ, നിങ്ങളുടെ തിരക്കേറിയ യാത്രയിൽ അത് പല ശബ്ദങ്ങൾ നിങ്ങൾ കേട്ട് മുമ്പോട്ട് പോകുകയാ. അവിടെ യേശുവിന്റെ ശബ്ദം നിങ്ങൾക്ക് ഇത് കേൾക്കാൻ കഴിയുന്നുണ്ടോ? मेरे प्रिय पिताओं, अपनी जीवन यात्रा में आप अनेक लोगों की अनेक आवाजें सुनते हुए आगे बढ़ रहे हैं। उनके बीच में क्या आप मेरे और अपने यीशु की आवाज सुन पा रहे हैं? ഹല്ലേലൂയ. നിന്റെ കുഞ്ഞുങ്ങൾക്ക്, നിന്റെ വീടിനും സ്വത്തിനും നിന്റെ ആരോഗ്യത്തിനും സൗഖ്യത്തിനും വേണ്ടി കാൽവരിയിൽ കരഞ്ഞ യേശുവിന്റെ ശബ്ദം നീ തിരിച്ചറിയുന്നുണ്ടോ? आपके जीवन की खातिर, आपके बच्चों की जीवन की खातिर, आपकी आशीष के लिए कलवरी पर अपना खून बहाने वाले यीशु की आवाज क्या आप सुन पा रहे हैं? ഹല്ലേലൂയ. ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിയാട്ട്. ऐसी आवाज, उसकी आवाज सुनने वाले परमेश्वर के संतान अपने हाथ उठाए। ഹല്ലേലൂയ. എന്റെ പാപത്തിന് വേണ്ടിയാണ് അവൻ ക്രൂശിൽ നിലവിളിച്ചത്. मेरे पापों की खातिर उसने यीशु ने क्रूस पर पुकारा। എന്റെ രോഗശാന്തിക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചത്. मेरी चंगाई के लिए यीशु मसीह क्रूस पर मरे। ഹല്ലേലൂയ. ആ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? उस क्रंदन की आवाज सुनने वाले कितने लोग यहाँ मौजूद हैं? ഇന്ന് പകൽ ആ ശബ്ദം കേൾക്കുന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ നീ സൗഖ്യമാകാതെ പോകുകയില്ല. उस आवाज को सुनने वाले लोग अगर यहाँ मौजूद है तो आज आप चंगा हुए बिना यहाँ से विदा नहीं होंगे। നീ വിടുതൽ പ്രാപിക്കാൻ ഇവിടെ നിന്ന് പോകുകയില്ല. छुटकारा पाए बिना आप यहाँ से नहीं जाएंगे। ആ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്. वो आवाज इस वातावरण में गूंज रही है। ആ ശബ്ദം ഈ അന്തരീക്ഷത്തിൽ കിടക്കുകയാണ്. वो आवाज इस वातावरण में गूंज रही ആ है। ശബ്ദം ഇപ്പോഴും ഇവിടെ കിടക്കുകയാണ്. वो आवाज अभी भी इस वातावरण में मौजूद है। വിശ്വസിക്കുന്ന ദൈവമൈതലേ, विश्वास करने वाले ഈ परमेश्वर के बच्चे, അന്തരീക്ഷത്തിൽ ആ ശബ്ദം കിടപ്പുണ്ട്. इस वातावरण में वो आवाज मौजूद है। റായ്പൂരിന്റെ മണ്ണിന്റെ മുകളിൽ ഈ ശബ്ദം കിടപ്പുണ്ട്. रायपुर की जमीन के ऊपर वो आवाज मौजूद है। ഇന്ത്യയുടെ മുകളിൽ ഈ ശബ്ദം കിടപ്പുണ്ട്. भारत में वो आवाज मौजूद है। ഓരോ സ്റ്റേറ്റുകളുടെ മുകളിലും ഈ ശബ്ദം കിടപ്പുണ്ട്. हर एक प्रांतों में ये आवाज मौजूद है। ആ കണ്ണുനീരിന്റെ വില उस आंसुओं की कीमत ആമേ വെറുതെ പോകുകയില്ല. बेकार नहीं जाएगी। ആ ശബ്ദത്തിന്റെ പ്രതിഫലവാദികളിൽ പലരും उस आवाज का प्रतिफल है आप में से अनेक लोग जो यहाँ बैठे हुए അവൻ അവൾ കല്ലറയിലേക്ക് മാത്രം നോക്കി. हैं। उसने केवल कब्र की ओर नजर അവൾ डाली। പിന്നെയും കരയുകയാണ്. वो फिर से रो रही थी। അവൻ യേശുവിനോട് അവന് വിളിച്ചു പറയേ, यीशु ने फिर पुकारा, हे मरियम। അവൻ എപ്പോഴും അങ്ങ് കരയിപ്പിക്കത്തില്ല ദൈവം. परमेश्वर हमेशा रुलाता പക്ഷെ है। ഓർച്ചോണം, याद रखिएगा,
ആമീൻ റുമാല് കണ്ടു നീ മടങ്ങരുത്. अंगोछा देखकर आप वापस न लौटे. ആമീൻ അവിടെയുള്ള ദൂതന്മാരുടെ ശബ്ദം കേട്ട് നീ മടങ്ങരുത്. वहां मौजूद स्वर्ग दूतों की आवाज सुनकर आप वापस न लौटे. അടുത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട്. अगला एक कदम है. അടുത്ത ഒരു സ്റ്റെപ്പ് ഉണ്ട്. एक अगला कदम और है. ഹല്ലേലൂയ. हालेलुया. അവിടെ തന്നെ നിൽക്കുക. उसी जगह ठहरे रह. അവിടെ തന്നെ നിൽക്കുക. उसी जगह डटे रह. അവിടെ തന്നെ നിൽക്കുക. उसी जगह खड़े ആ रह. കല്ലറയിലേക്ക് തന്നെ നോക്കുക. उस कब्र की ओर ही ആ देखते ഒഴിഞ്ഞ रह. കല്ലറയിലേക്ക് നോക്കുക. उस खाली कब्र की ओर ताकते അവിടേക്ക് रह. നോക്കി കരയുക. वहां देखकर रोते रह. അവിടെ നോക്കി കരയുക. उसकी दिशा में देखकर रो. ഹല്ലേലൂയ. हालेलुया. അവൻ നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. वो तुझसे बातें करना शुरू करेगा. അവളെ ഒരൊറ്റ പറച്ചില. एक ही बार उसने बोला, റബ്ബോനി. हे रब्बोनी. ഹല്ലേലൂയ. ഗുരുവേ हे गुरु. സ്തോത്രം. हालेलुया. സ്തോത്രം. हालेलुया. സാധുവായ ഒരു സ്ത്രീക്ക് एक सीधी सरल महिला के लिए, ആമി തുണി കണ്ട് മടങ്ങാത്ത, और जो तू जो अंगोछा और वस्त्र देखकर वापस नहीं ദൂതനെ लौटे, കണ്ട് മടങ്ങാത്ത, स्वर्ग दूतों को देखकर जो वापस नहीं लौटने യേശുവിനെ वाले, കാണാതെ മടങ്ങുകയില്ലെന്ന് यीशु को देखे बिना यहाँ से विदा नहीं होगी, ये जगह തീരുമാനമെടുത്ത് കരഞ്ഞവളുടെ മുമ്പിൽ निर्णय लेकर ऐसे रोने वाली के അവൾ सामने, ഇന്നലെ കണ്ട യേശു അല്ല, कल जिस यीशु को देखा था वो यीशु नहीं है ये. ആ യേശുവിനെ അവൾ കണ്ടത് ക്രൂശിലാണ്. उस यीशु को मरियम ने क्रूस पर देखा. ആമി താടിരോമ പിടപ്പെട്ടവനായി, താടിരോമ പിടപ്പെട്ടവനായി, और उसके दाढ़ी के बाल नोच लिए गए थे. മുഖമെല്ലാം വിരൂപമായി, उसका चेहरा पूरा विकृत हो गया. ആമി കണ്ടാൽ ആളറിയാത്ത ക്രമത്തിൽ കിടക്കുന്ന उसको देखने पर मनुष्य का सा भी वो दिखाई नहीं पड़ता ഒരു था. മാംസപിണ്ഡത്തെയാണ് അവൾ കണ്ടത്. उसने एक मांस के पिंड को देखा. ഹല്ലേലൂയ. അവസാനമായി അവൾ കണ്ട യേശു അതാണ്. आखिरी में उसने जिस यीशु को देखा था वो ये यीशु था. ശരീരം മുഴുവൻ രക്തക്കറകൾ പുരണ്ടവൻ, उसके शरीर में पूरे खून के दाग थे. ആമി പൂർണ്ണമായ ഒരു മാംസം പോലെ രക്തം മാത്രം ആമി ശരീരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരുവൻ, और पूरे शरीर में रक्त लगा हुआ था. मांस छितर बितर हो गया था. നിസ്സഹായകതയോടെ കരയുന്ന ഒരുവന് और निस्सहाय रूप से रोने वाले एक यीशु को, എന്താ കല്ലറ വിട്ടുപോകാതെ അവൾ കണ്ടത് ആ യേശുവിനെ അല്ല. लेकिन वो जो कब्र छोड़कर नहीं जा रही थी, उसने उस यीशु को नहीं देखा. ആ യേശുവിനെ അല്ല അവൾ കണ്ടത്. उस यीशु को उसने नहीं देखा. തേജോമയനായ महिमामय तेजो में തേജസ്സിന്റെ യേശുവിനെ, तेजस्वी यीशु को, ആടിപ്പാടുന്നുള്ള കരമുള്ളവനെ और जिसमें कीलों के निशान है उस हाथों को അവൾ ലൈവായി കാണുകയാ. उसने साक्षात देखा. അവൾ നേരിട്ട് കാണുകയാ. उसने सीधे देखा. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, आज की सुबह आत्मा कहता है, കരയുന്ന നിന്റെ മുമ്പിൽ तू जो रो रहा है तेरे सामने, അവൻ നിനക്ക് പ്രത്യക്ഷത തരാതെ പോകുകയില്ല. वो तेरे सामने प्रकट हुए बिना नहीं അവൻ जाएगा. നിനക്ക് പ്രത്യക്ഷത തരാതെ പോകുകയില്ല. तेरे सामने प्रकट हुए बिना वो नहीं लौटेगा. ഈ സൗന്ദര്യപൂർണ്ണനായ യേശുവിനെ കണ്ടപ്പോൾ इस सुंदर यीशु को जब उसने देखा, അവൾ പെട്ടെന്ന് നമ്മുടെ കാലുകൾ മുൻപോട്ട് വെക്കുക. वह तुरंत उसने अपना पैर आगे ആ बढ़ाया. യേശുവിനെ അങ്ങ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനാകാം. यीशु को आलिंगन कर कर शायद चुंबन देना चाहती थी, ഹല്ലേലൂയ. അതങ്ങനെ ചെയ്യാൻ അവള് മടിക്കത്തില്ല. और वो वैसा करने से झिझकती भी नहीं. ഞാനും മടിക്കത്തില്ല. मैं भी नहीं झिझकूंगा, കാര്യം അവൻ എന്റെ പ്രാണന്റെ ജീവനാണ്. इसलिए कि वो मेरे प्राण का जीवन है. ആമി നിങ്ങളുടെ ഇവന്റെ പ്രാണന്റെ वो ജീവനാണ്. आपका और मेरा जीवन है. യേശു നമ്മുടെ ജീവനാണ്. यीशु हमारा जीवन है. എന്നാൽ യേശു പറയുകയാ, लेकिन यीशु कहता है, മറിയേ നീ എന്നെ തുടരുത്. मरियम तू मुझे पकड़े मत. ഞാൻ ഇതുവരെ मैं अब तक, ആമേൻ आमीन, എന്റെ പിതാവിന്റെ അരികിൽ കയറി പോയിട്ടില്ല. अपने पिता के पास नहीं गया. ഓ നോക്കണേ. देखिए, ഹല്ലേലൂയ. हालेलुया. പിതാവിന്റെ അരികിലേക്ക് സ്വർഗത്തിലേക്ക് കയറി പോകാതെ पिता के पास स्वर्ग की ओर चढ़े बिना ആഗ്രഹത്തോടും ദർശനത്തോടും കല്ലറയിൽ നിൽക്കുന്ന ഒരുവൾക്ക് വേണ്ടി യേശു വെയിറ്റ് ചെയ്യുകയാണ്. कब्र पर खड़ी हुई बड़ी आकांक्षा के साथ, बड़ी कामना के साथ खड़ी हुई एक स्त्री के लिए यीशु मसीह इंतजार कर നീ रहे हैं. എന്താണ് വിചാരിച്ചത്? നിങ്ങൾ എന്താണ് വിചാരിച്ചത്? आपने क्या सोचा? നിങ്ങളുടെ ഒരു ചെറിയ കാര്യം ദൈവത്തിന് വിഷയമാണ്. क्या आपकी छोटी सी समस्या परमेश्वर के लिए कोई बहुत बड़ी दिक्कत है? നിനക്കൊരു തലമുറയെ തരാൻ ദൈവത്തിന് വിഷയമാണോ? क्या आपको संतान देना परमेश्वर के लिए कोई बहुत बड़ी बात है? നിനക്കൊരു ജോലി തരാൻ ദൈവത്തിന് വിഷയമാണോ? क्या एक बार नौकरी देना परमेश्वर के लिए बहुत बड़ी बात നിനക്കൊരു है? രോഗശാന്തി തരാൻ ദൈവത്തിന് വിഷയമാണോ? आपको चंगाई देना परमेश्वर के लिए क्या बहुत बड़ी बात है? ആമി നിനക്ക് എന്ത് തരാൻ അവന് വിഷമമുള്ളത്? कौन सी चीज आपको देना उसके लिए दिक्कत ആമി की बात है? കരയുന്നത് വരുമേ
വേണ്ടി रोने वाले एक व्यक्ति के लिए, അവൻ നിന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, उसके लिए काम करने वाला एक परमेश्वर ഇന്ന് രാത്രിയിൽ ഇന്ന് പകല് ജീവിക്കുന്നത് കൊണ്ട് आज सुबह वो जिंदा है, इसलिए നീ ഓർക്കുക, तू याद रख യേശു यीशु തന്റെ ആവശ്യമുള്ളവന് ആവശ്യക്കാരനായി മാറുന്നു. वो जिसको उसकी आवश्यकता है उसकी आवश्यकता बनने वाला परमेश्वर है। നിനക്കവരെ ആവശ്യമാണോ? क्या तुझे यीशु की जरूरत അതാ है? പുറപ്പാട് പുസ്തകത്തിൽ മോശയോട് പറഞ്ഞത്, इसीलिए निर्गमन की पुस्तक में भी उसे कहा, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളവൻ നിന്നെ അയക്കുന്നു. मैं जो हूँ सो हूँ, जिसका नाम मैं जो हूँ सो हूँ है, वो तुझे भेज रहा है। അതെ, ആ യേശു തന്നെ പറയുകയാ. वही यीशु कह रहा है। ഇന്ന് അവൻ പകൽക്കാലത്തിന്റെ വിഷയം അവന്റെ ഒരു കാര്യമല്ല. आज की सुबह आपकी समस्या उसके लिए कोई बहुत बड़ी दिक्कत की बात नहीं है। എന്റെ സമയം ഇനി 2 മിനിറ്റ് കൂടെ ഉള്ളൂ. मेरा 2 मिनट का समय बाकी है। എല്ലാവരും എഴുന്നേറ്റാട്ടെ. सब लोग अपने स्थान पे खड़े हो जाइए। ഹല്ലേലൂയ. हालेलुया। നമുക്ക് അല്പനിമിഷം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. थोड़ी देर के लिए हम परमेश्वर के चेहरे को देखें। ആബിദ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം. हम परमेश्वर के चेहरे को निहारे। ലോകത്തിലെ ഏറ്റവും അവൻ തള്ളപ്പെട്ട ഒരു അനുഭവത്തിൽ മാറിയ ഒരു സ്ത്രീ, एक महिला जो संसार के सबसे तिरस्कृत अनुभवों के अंदर जी रही थी। ആമി ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ യാതൊരു സാധ്യത, നല്ലൊരു ജീവിതം മുൻപോട്ടുണ്ടോ ഇല്ലയോ എന്നറിയാതെ നരകതുല്യമായ ജീവിതം നയിച്ചു ഒരുവൾ. एक महिला जो नरक तुल्य जीवन बिता रही थी, उसके जीवन में कोई संभावना है या नहीं, आगे बढ़ने का कोई रास्ता है या नहीं, इस बात से बिल्कुल अनजान वो जीवन जी रही थी। അങ്ങനെ ജീവിച്ചവളുടെ ഒരു സമയത്താണ് യേശുവിനെ അവിടെ ജീവിതയാത്രയിൽ जब കണ്ടുമുട്ടിയത്. इस प्रकार से जीवन व्यतीत कर रही थी अपनी जीवन यात्रा में, यीशु के साथ उसकी भेंट हुई। ആ യേശു മുഖാന്തരമുള്ള വിടുതൽ അവൾ അനുഭവിച്ച് ചില മണിക്കൂറുകളെ അവൾക്ക് ഭൂമിയിൽ ജീവിക്കുവാൻ കഴിഞ്ഞുള്ളൂ. यीशु से इस प्रकार का बड़ा छुटकारा प्राप्त करने के बाद कुछ घंटे ही वो इस प्रकार का जीवन पृथ्वी पर बिता पाई। ഒത്തിരി സമയം അവനോടുകൂടെ യാത്ര ചെയ്യുവാൻ കഴിഞ്ഞില്ല. ज्यादा समय यीशु के साथ वो यात्रा नहीं कर पाई। അതാ വിവിധ സ്ഥലങ്ങളിലെ രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി അവൻ തന്റെ ദൈവത്വം വെളിപ്പെടുത്തി യാത്ര ചെയ്യുമ്പോൾ, जब यीशु मसीह विभिन्न स्थानों पर दुष्ट आत्माओं को निकालते हुए, रोगियों को चंगा करते हुए, अपने परमेश्वरत्व को प्रकट करते हुए यात्रा कर रहे थे, പലർക്കും അത്ഭുതകരമായ വിടുതലും ദൈവിക സൗഖ്യവും ആരോഗ്യവും അവൻ അപ്പവും ഭക്ഷണവും ഒക്കെ കൊടുക്കുന്ന കാഴ്ച അവൾ പലപ്പോഴും കണ്ടതാണ്. अनेक लोगों को छुटकारा दिया जा रहा है, अनेक लोगों की बीमारी ठीक की जा रही है, अनेक लोगों को रोटी और मछली में से खिलाया जा रहा है। ये नजारा इसने देखा था, ഇതെല്ലാം അവൾ കണ്ടതാണ്. ये सारा नजारा उसने देखा അവൾ था। അത് വിചാരിച്ച് അവിടെ ആയുഷ്കാലത്തിന്റെ അവസാനം വരെ അത് കാണാമെന്ന് ചിന്തിച്ചു. उसने सोचा था अपने जिंदगी की आखिरी सांस तक वो ये सब कुछ देखती रहेगी। ആ സന്തോഷം അവൾ സന്തോഷകരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് और जब वो इन सब चीजों का आनंद ले रही थी उस समय, അവൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതും ചിന്തിക്കാത്തതുമായ ആ ക്രൂശ് മരണമെന്ന വലിയ യാഗത്തിലേക്ക് യേശു മാറ്റപ്പെടുന്നത്. उसने जिसके बारे में कभी सोचा भी नहीं था, जिसकी उसने कभी प्रतीक्षा नहीं की थी, प्रत्याशा नहीं की थी, ऐसे क्रूस की मृत्यु की ओर यीशु आगे बढ़े। ആ ക്രൂശ് മരണമെന്ന ദൗത്യത്തിലേക്ക് യേശു നീങ്ങുമ്പോൾ ये क्रूस की मृत्यु के उत्तरदायित्व की ओर यीशु जब आगे बढ़ रहे थे, അവിടെ സന്തോഷം മുഴുവനും അവിടെ നിലംപരിശായി മാറി. और उसका सारा आनंद उसके अंदर से चला गया, അവിടെ ആനന്ദം മുഴുവനും അവിടെ തകർക്കപ്പെട്ടു. उसका पूरा आनंद तबाह हो गया। യേശുവിന്റെ യാത്രയിൽ, ക്രൂശ് മരണ യാത്രയിൽ അവൾ യേശുവിനെ അനുഗമിക്കുമ്പോൾ क्रूस मरण की यीशु की यात्रा में जब वो यीशु के पीछे जा रही थी, താങ്ങാൻ കഴിയാത്ത കണ്ണുനീരുമായി യേശുവിനോട് ചേർന്നവൾ നടക്കുകയാണ്. जब वो आंसू बहाते हुए यीशु के पीछे चल रही थी, അവൻ പല ആവർത്തി അവൻ ക്രൂശുമായി താഴേക്ക് വീടുന്ന കാഴ്ച സംഘ തകർന്നവൾ കാണുകയാ. और कई बार यीशु क्रूस को लेकर ठोकर खाकर नीचे गिर जा रहे थे। ये दृश्य वो टूटे हुए हृदय के साथ देख रही थी। എന്നാൽ ഈ പാപശ്രീക്ക് നിസ്സഹായകതയാണ്, അവൾക്ക് യേശുവിനെ സഹായിക്കാൻ കഴിയുകയില്ല. लेकिन ये बेचारी स्त्री निस्सहाय थी, वो यीशु की सहायता नहीं कर पाती। എന്ന ഓരോ ചുവടുകളിലും അവൾ ശ്രദ്ധിച്ച് കണ്ണുനീരോട് യേശുവിനെ അനുഗമിക്കുകയാണ്. लेकिन हर एक कदम पर वो आंसू बहाते हुए यीशु के पीछे चली जा रही थी। എന്നാൽ അവന്റെ മരണം അവൻ കണ്ണിന്റെ മുമ്പിൽ കാണുകയാണ്. उसकी मौत को वो अपनी आंखों के सामने देख रही थी। അവൻ അവിടെ സന്തോഷം മുഴുവനും അവിടെ
അവിടെ തീർന്നു. उसका पूरा आनंद, उसके हृदय का आनंद खत्म हो गया. ആമേനെന്നാൽ അവിടെ അകത്തൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. लेकिन उसके अंदर एक प्रत्याशा थी. ഇത് സാധാരണ ഒരു മനുഷ്യനല്ല. ये कोई मामूली व्यक्ति नहीं है. ഇവൻ ദൈവമാണ്. ये परम ईश्वर है. ഇവൻ ദൈവപുത്രനാണ്. ये परमेश्वर का पुत्र है. അവൻ മരിച്ചാലും ഉയർക്കും. चाहे वो मर भी जाए तो भी जिंदा അവൻ होकर रहेगा. ഉയർത്തെഴുന്നേറ്റ് വരും. वो जीवित होकर आएगा. അവനെ കഴിഞ്ഞ നാളിൽ സ്നേഹിച്ചതിനേക്കാൾ അവനെ സ്നേഹിക്കാൻ, അവനെ ആരാധിക്കാൻ എനിക്ക് അവസരം ലഭിക്കും. अतीत में मैंने उससे जितना प्रेम किया था उससे बढ़कर उससे प्रेम करने का, उसकी आराधना करने का मौका मुझे मिलकर रहेगा. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന അവനെ റായ്പൂർ ചർച്ചിലെ വിശ്വാസികള്, आज सुबह मुझे सुनने वाले रायपुर चर्च के അവൻ विश्वासियों, മരിച്ചവനല്ല, वो मरा हुआ नहीं है. അവൻ ഇന്ന് ജീവിച്ച് നിന്റെ കൂടെയുണ്ട്. आज वो जिंदा होकर तेरे साथ നിന്റെ है. കൂടെ അവൻ നടക്കുന്നു. तेरे साथ चल रहा है. അവൻ നിന്റെ സമീപത്തുണ്ട്. तेरे निकट है. അവൻ നിന്റെ അരികിലുണ്ട്. तेरे समीप है. ഒരു കൂട്ടുകാരനെ പോലെ, एक मित्र की भांति, ഒരു കൂട്ടുകാരനെ പോലെ दोस्त की तरह നിന്റെ ചാരത്ത് അവൻ തൊടുന്നുണ്ട്. वो तेरे कंधे को छू रहा നീ है. അത് ഫീൽ ചെയ്യുന്നുണ്ടോ? क्या तू उसे अनुभव कर रहा നീ है? അത് ഫീൽ ചെയ്യുന്നുണ്ടോ? क्या तू उसका अनुभव कर रहा है? ചിലരെ യേശു തൊടുകയാ. कुछ लोगों को यीशु छू रहा ഈ है. സമയം ചിലരെ യേശു തൊടുകയാ. इस समय यीशु तुझे छू रहा है. അവൻ ചിലരെ യേശു തൊടുകയാ. कुछ लोगों को यीशु छू रहा है. ചിലരുടെ കണ്ണുനീർ അവന്റെ തൊടിയിൽ നിൽക്കുകയാ. कुछ लोगों के आंसू से पहुंच रहा है. ഈ സമയം इसी समय അവൻ ചില കണ്ണുനീരുകൾ അവൻ തുടയ്ക്കുകയാ. कुछ लोगों के आंसू वो पहुंच रहा ഈ है. സമയം അവൻ ചില കണ്ണുനീരുകൾ इस തുടയ്ക്കുകയാ. समय कुछ आंसू पहुंच रहा है. നിന്റെ തൊട്ടടുത്ത്, तेरे ठीक निकट, നിന്റെ തൊട്ടടുത്ത് तेरे ठीक निकट, तेरे शरीर के യേശു पास നിൽക്കുന്നു. खड़ा हुआ यीशु नहीं. ക്രൂശിൽ കരഞ്ഞ യേശു അല്ല, उस पर रोने वाला यीशु नहीं. സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരം പ്രാപിച്ച യേശു. स्वर्ग और पृथ्वी का सारा अधिकार प्राप्त यीशु, आमीन. जिसके पास है वो ആ यीशु. യേശു वो यीशु നിന്റെ അരികിൽ നിൽക്കുകയാ. तेरे पास खड़ा है. അവൻ നിന്നെ തൊടുകയാ. അവൻ वो तुझे स्पर्श कर रहा है. കാവി പ്രാർത്ഥിച്ചു. ചിലരെ ദൈവം തൊടും. प्रार्थना कीजिए, कुछ लोगों को प्रभु स्पर्श 5 करेंगे. മിനിറ്റ് മുമ്പോട്ട് പോയെങ്കിൽ 5 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുകയാ. 5 मिनट आगे बढ़ गए, लेकिन और 5 मिनट ദൈവം लेना ചിലരെ चाहूंगा. സ്പർശിക്കും. परमेश्वर कुछ लोगों को स्पर्श ഐ करेंगे. ബിലീവ്. मैं विश्वास करता हूँ. ഞാനത് കാണുന്നു. मैं उसे देख रहा हूँ. ചിലരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. कुछ लोगों के आंसू बह रहे हैं. അടക്കാൻ കഴിയാത്തൊരു കരച്ചിലിന്റെ ആത്മാവ്. आत्मा, आने की आत्मा, आने की आत्मा ആമേ ചിലരുടെ മേൽ തൊടാൻ പോകുകയാ. कुछ लोगों को स्पर्श करने जा रहा അതേ है. പരിശുദ്ധാത്മാവേ, पवित्र आत्मा, നീ പറഞ്ഞതുപോലെ जैसा तूने कहा അതുപോലെ തൊടുക. वैसा ही छूइए. ഈ ജനത്തെ തൊടുക. इन लोगों को ഈ छूइए. ജനത്തെ തൊടുക. इन लोगों को छूइए. തൊടുക. छूइए. സ്പർശിക്കുക. स्पर्श कीजिए. ഉദാരമനക. അവൻ ചിലതിനെ തൊടും. वह कुछ लोगों को छुएगा. ചിലതിനെ തൊടും. कुछ लोगों को छुएगा. പരിശുദ്ധാത്മാവ് ചിലതിനെ തൊടും. ചിലതിനെ തൊടും. पवित्र आत्मा कुछ को छुएगा. अभी पादरी भाई साहब मेरे को 5 मिनट दिया. आप लोग हमें अभिषेक अपने प्रभु का साथ रहे हो. हमें चिलरे आत्मा में स्पर्श करेगा. कुछ लोगों को आत्मा स्पर्श करेगा. कुंजगले थोड़ा पहुआ. बच्चों को छूने जा रहा है. अभिषेक. अभिषेक. I believe. मैं विश्वास करता हूँ. आत्मा में शक्ति. आत्मा की सामर्थ. क्रूस में शक्ति. क्रूस की सामर्थ. इफोर. इसी समय. इस समय. इसी समय. इस समय. इसी समय. चिलरे तोड़ेगा. कुछ लोगों को छू रहा है. चिलरे तोड़ेगा. छू रहा है. चिलरे तोड़ेगा. छू रहा है. रापला घटाना बच्चिया. आत्मा में तोड़ दो. आत्मा छू रहा है. മുകളിൽ തൊടുന്നു. ऊपर बालकनी में. എല്ലാ സ്ഥലങ്ങളിലും. हर जगह. എല്ലാ സ്ഥലങ്ങളിലും. हर जगह. എല്ലാ സ്ഥലങ്ങളിലും. हर जगह. ദൈവശക്തി വ്യാപരിക്കും. परमेश्वर का सामर्थ काम ഞാൻ करेगा. ആരെ തൊടത്തില്ല. मैं किसी को नहीं छूंगा. ദൈവം ചിലരെ തൊടും. परमेश्वर कुछ लोगों को ഈ छुएगा. പകൽ ചിലരെ തൊടും. आज की सुबह छुएगा. ചിലത് കരയാൻ തുടങ്ങും. कुछ लोग रोना शुरू कर रहे हैं. പരസ്പര പടകടകടക. ഓ ഓ യെസ് യെസ് हालेलुया. യെസ്. हालेलुया. Holy Spirit,
Holy Spirit, पवित्र आत्मा, move, move. पवित्र आत्मा, Amen. ആത്മാവ് തൊടും, आत्मा आपको आत्मा छू को रहा है, छोड़ो। आत्मा छू रहा है, കുഞ്ഞുങ്ങളെ തൊടും, बच्चों को छू रहा है, കുഞ്ഞുങ്ങളെ തൊടും, बच्चों को छू रहा है, കുഞ്ഞുങ്ങളെ തൊടും. बच्चों को छू रहा है। सब बच्चे लोग हाथ बंद करो. सब बच्चे आंख बंद करें, हाँ, सब बच्चों लोग हाथ बंद करो. आंख बंद करें। स्वर्ग तोड़ दो, स्वर्ग तुझे छू रहा है, स्वर्ग तोड़ दो, स्वर्ग छू रहा है, स्वर्ग तोड़ दो. स्वर्ग छू रहा है, പരിശുദ്ധാത്മാ तोड़ दो, पवित्र आत्मा छू रहा है, പരിശുദ്ധാത്മാ तोड़ दो. पवित्र आत्मा छू रहा है, പുനരുത്ഥാനത്തിന്റെ ശക്തി, पवित्र आत्मा की सामर्थ, പുനരുത്ഥാനത്തിന്റെ ശക്തി, पुनरुत्थान की सामर्थ, പുനരുത്ഥാനത്തിന്റെ ശക്തി, पुनरुत्थान की सामर्थ, പുനരുത്ഥാനത്തിന്റെ ശക്തി. पुनरुत्थान की सामर्थ। റായ്പൂരിന്റെ ചർച്ചിലേക്ക് रायपुर की कलीसिया में അതിശക്തമായി ഇറങ്ങി വരുന്നു, पूरी ताकत से उतर रही है, അതിശക്തമായി ഇറങ്ങി വരുന്നു. पूरी ताकत से उतर रही ഓ, है। ആത്മാവിന്റെ മഴ, आत्मा की वर्षा, ആത്മാവിന്റെ മഴ, आत्मा की वर्षा, ആത്മാവിന്റെ മഴ. आत्मा की बारिश ദേ ഇറങ്ങി വരുന്നു, उतर रही है, ഇറങ്ങി വരുന്നു. उतर रही है। ഓഹോ, ചൂടാനവന ഹടരഹ. യേശു തൊടുന്നു, यीशु छू रहा है, യേശു തൊടുന്നു, यीशु छू रहा है, യേശു തൊടുന്നു. यीशु छू रहा है। തീയുടെ ശക്തിയാൽ, आग की सामर्थ से, തീയുടെ ശക്തിയാൽ, अग्नि की सामर्थ से, തീയുടെ ശക്തിയാൽ अग्नि की सामर्थ से ചിലതിനെ തൊടുന്നു. कुछ लोगों को छू रहा है। രോഗശാന്തി നടക്കുന്നു, चंगाई हो रही है, രോഗശാന്തി നടക്കുന്നു. चंगाई हो रही है, മുഴകൾ അപ്രത്യക്ഷമാകുന്നു, गांठ गायब हो रहे हैं, മുഴകൾ അപ്രത്യക്ഷമാകുന്നു, कुछ गांठ गायब हो रहे हैं, മുഴകൾ അപ്രത്യക്ഷമാകുന്നു. गांठ गायब हो रहे हैं। ഹല്ലേലൂയ. हालेलुया, തലമുറകൾ ഉണ്ടാകാൻ പോകുന്നു. बच्चे होने जा रहे हैं। യേശു തൊടുന്നു. यीशु छू रहा है, ചിലതിനെ കണ്ണുനീർ, कुछ लोगों के आंसू അവൻ ദൈവം തൊടുന്നു. परमेश्वर छू रहा है। വിട്ടുകൊടുക്കുക, स्वतंत्र कर दीजिए, അവൻ വെച്ചാലും വിട്ടുകൊടുക്കുക, बच्चे लोग स्वतंत्र कर दीजिए। അവൻ വിട്ടുകൊടുക്കുക. ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാ, ये पवित्र आत्मा का समय है, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാ. ये पवित्र आत्मा का समय है। ഓ, ഉടരബല, ഹടരബല. हालेलुया, हालेलुया, हालेलुया। ചുടബലഗദഗദഗദഗദഗദ. मंदला मनाजा शसखे, ചുടബലബലഗദഗദഗദ. मनाजोखो, दिबला रगद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 ग
ഉയർപ്പിന്റെ ശക്തി पुनरुत्थान की सामर्थ 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 ഇപ്പോൾ इसी समय ഇപ്പോൾ इसी समय ചിലരെ തൊടുന്നു कुछ लोगों को छू रही है ചിലരെ തൊടുന്നു कुछ लोगों को छू रही है ചിലരെ തൊടുന്നു कुछ लोगों को छू रही है ഉടരബലകടകസ്യ ജോ ബാബാ 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 രഗാതഗ हालेलुया हालेलुया യെസ് हालेलुया हालेलुया Yes. इबाल मंडलान दशे Yes. अस्कमानग सजाजिवा सब लोग Yes. बोलकर ऊंचे शब्दों से യെസ് पूरी ताकत से Yes. स्तुति करें യെസ് യെസ് ഓ ആത്മാവ് തൊടുന്നു आत्मा छू रहा है ഉടരബലകടകസ് യെസ് इबला मनस शक्क बलाविया नज शसे अनजेली गज जलाविया नजको बस समनाली गज Yes, 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 yes. अंजलान दशदाली वंजले Ah. लीबला मनासिग सके नजा പരിശുദ്ധാത്മാവ് पवित्र आत्मा ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞു या उतर आए हैं ഇതിനകത്ത് ഇറങ്ങി കഴിഞ്ഞു या उतर चुके हैं ഉയരത്തിലെ ഫ്ലോറുകളിൽ बालकनियों में ദൈവശക്തി വരുന്നു परमेश्वर की सामर्थ्य आ रही है ദൈവശക്തി വരുന്നു परमेश्वर की सामर्थ्य आ रही है ദൈവശക്തി വരുന്നു सामर्थ्य आ रही है ബാൽക്കണിയിൽ യെസ് ഓ രാഖ ബാബ റീബ ബാബ യെസ് യെസ് हालेलुया ഉടരബലകടകസ്യ പാസ്റ്റർ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നു आत्मा पादरी साहब से यूं कहता है നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത आज तक आपने जो नहीं किया അവൻ അസ്ഥികളുടെ ഇടയിലേക്ക് हड्डियों के बीच में പ്രവചനത്തിനായി നീ ഇറങ്ങുമ്പോൾ भविष्यवाणियों के लिए जब उतरे ഒരു സൈന്യം എഴുന്നേൽക്കുന്നത് പോലെ जैसे एक सेना उठ खड़ी हुई നിന്റെ ശുശ്രൂഷയെ ഞാൻ മാറ്റാൻ പോകുകയാണ് आपकी सेवकाई को मैं बदलने जा रहा हूँ രാജ്യവ്യാപകമായി
देशव्यापी അവർ ഓടുവാൻ वहां जाने के लिए ഞാൻ നിന്നെ അഭിഷേകം ചെയ്യുകയാ. मैं तेरा अभिषेक कर रहा हूँ. നീ ഒരു സ്ഥലത്ത് നിൽക്കുകയില്ല. तू एक स्थान पर ठहरा नहीं रहेगा. അനേകരുടെ ഉണർവിനായി अनेक लोगों की जागृति के लिए അനേക സ്ഥലങ്ങളിലേക്ക് अनेक स्थानों पर സ്വർഗ്ഗത്തിനെ അയക്കാൻ പോകുന്നു. स्वर्ग तुझे भेजने जा रहा है. ഈ പകൽ इसी समय പരിശുദ്ധാത്മാവ് पवित्र आत्मा പുനരുദ്ധാനത്തിന്റെ ശക്തി पुनरुत्थान की सामर्थ ഓ ഭായി സ്വർഗ്ഗത്തിനെ തൊടുകയാ. स्वर्ग आपको छू रहा है भाई. അസാധാരണ നിലയില് असाधारण स्तर पे ദൈവത്തിന്റെ അവിടെ കറ്റ ചുമക്കാൻ परमेश्वर के फूलों को उठाने के लिए ദൈവത്തിനെ ഉപയോഗിക്കാൻ പോകുകയാ. परमेश्वर तेरा उपयोग करने जा रहा है. ദൈവത്തിന്റെ ശക്തി परमेश्वर की सामर्थ ചില മുഴകൾ മാറിപ്പോകുന്നു. कुछ गांठ दूर हो रहे हैं. നിങ്ങളുടെ പാസ്റ്റോട് വന്ന് സാക്ഷ്യം പറയണം. अपने पादरी साहब से आकर गवाही दीजिएगा. ദൈവാത്മാവിനെ കാണിക്കുന്നു. परमेश्वर दिखा रहा है. അവ ചില മുഴകൾ പ്രത്യക്ഷമാകുന്നു. कुछ गांठ गायब हो रहे हैं. യേശു കാൽവരിയിൽ മരിച്ചത് यीशु कलवरी पर मरे പാപത്തിന് വേണ്ടി മാത്രമല്ല, केवल पापों के लिए नहीं, രോഗശാന്തിക്ക് കൂടിയാ. चंगाई के लिए भी मरे. ആ രോഗശാന്തി वो चंगाई ബ്ലീഡിങ് रक्तस्राव खून बहने की അത് നിൽക്കാൻ പോകുന്നു. खून बहना रुकने जा रहा है. സിസ്റ്റർ, बहन, ദൈവം നിന്നോട് ഇടപെടുന്നു. परमेश्वर तुझसे बोल रहा നിന്റെ है. ശരീരത്തിൽ നിന്ന് വാർന്നു പോകുന്ന രക്തം तेरे शरीर से बहने वाला रक्त അവിടെ ഇന്ന് പകൽ അത് സൗഖ്യമാകുന്നു. आज की सुबह वो बीमारी चंगी हो रही है. ഇന്ന് പകൽ അത് സൗഖ്യമാകുന്നു. परमेश्वर का आत्मा बहन से ഇന്ന് कहता है, പകൽ അത് आज സൗഖ്യമാകുന്നു. सुबह वो चंगी हो रही है. യേശുവിന്റെ നാമത്തിൽ यीशु के नाम में ദൈവം അതിനെ സൗഖ്യമാക്കുന്നു. परमेश्वर उसे चंगा कर रहा है. അവന്റെ ശക്തി ഇവിടെ ഉണ്ട്. उसकी सामर्थ्य यहाँ विद्यमान അവന്റെ है. ശക്തി ഇവിടെ ഉണ്ട്. उसकी सामर्थ्य यहाँ विद्यमान है. യേശുവിന്റെ ശക്തി ഇവിടെ ഉണ്ട്. यीशु की सामर्थ विद्यमान है. കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കുക. ताली बजा के महिमा करे.